നമസ്കാരം. ഷിക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. രക്ഷപ്പെടണമെങ്കിൽ കേരളം വിടണമെന്ന തോന്നൽ യുവജനങ്ങളുടെ മനസ്സിൽ നിന്നും ഇല്ലാതാക്കാൻ അതിനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന കേരളം വളരെ നാളുകളായി ചർച്ച ചെയ്യുന്ന കേരളത്തിന്റെ സാമുദായിക സന്തുലിതാവസ്ഥയെ അതിഗുരുതരമായി ബാധിക്കുന്ന ഒരു സാമൂഹിക പ്രതിസന്ധിയെ പറ്റി ഒരു ഇടയനെടുത്ത ആശങ്കയോടുകൂടി ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് അവതരിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രി അങ്ങ് എന്തിനാണ് ഇത്ര അസ്വസ്ഥനാകുന്നത്? കേരളത്തിൽ ആൾപ്പാർപ്പില്ലാത്ത വീടുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഈ വ്യാജ ബിരുദവും പിൻവാതിൽ നിയമനങ്ങളും ഒക്കെ വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം തകർക്കുമ്പോൾ ഇവിടെയെല്ലാം ശരിയാണ്, ഇവിടെ യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് ഇരുട്ടാക്കാൻ ഇവിടുത്തെ ഭരണ നേതൃത്വങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? +2 കഴിയുമ്പോൾ കേരളം വിട്ട് ഓടിപ്പോകാൻ വെമ്പി നിൽക്കുന്ന ഒരു കൂട്ടം യുവജനങ്ങളുടെ നാടായി കേരളം മാറുമ്പോൾ ആ പ്രതിഭാസത്തെ അതൊരു ആഗോള പ്രതിഭാസമാണ്. യുവജനങ്ങളുടെ ചിന്താഗതിയിലെ മാറ്റങ്ങൾ കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് മുഖ്യമന്ത്രി അങ്ങേക്ക് യാതൊരു ഉളുപ്പുമില്ലാതെ അതിനെ ന്യായീകരിക്കുവാൻ സാധിക്കുന്നത്? കേരളത്തിലെ അയൽ സംസ്ഥാനങ്ങളായ കർണാടകയിലും തമിഴ്നാട്ടിലും കാർഷിക രംഗം തഴച്ചു വളരുന്നു, വമ്പൻ വ്യവസായങ്ങൾ വരുന്നു, വൻ നിക്ഷേപങ്ങൾ വരുന്നു. എന്നാൽ ഇങ്ങ് കേരളത്തിന്റെ അവസ്ഥ എന്താണ്? ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി കടമെടുക്കേണ്ട ഗതികേടിലേക്ക് കേരളം എത്തി നിൽക്കുന്നു. ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് കേരളത്തിൽ വ്യവസായങ്ങൾ തുടങ്ങിയവർ കടക്കണിയിലാണ്, ആത്മഹത്യയുടെ വക്കിലാണ്. കാർഷിക രംഗത്തിന്റെ അല്ലെങ്കിൽ കാർഷിക മേഖലയിലെ പ്രതിസന്ധി അതിഗുരുതരമായി തുടരുന്നു. ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം ആർക്കാണ്? ഈ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ വളരെ ആശങ്കയോടുകൂടി ഒരു ഇടയനെടുത്ത ഒരു വാത്സല്യത്തോടുകൂടി സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷന്മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് അവതരിപ്പിച്ചപ്പോൾ ആ ഒരു ആശങ്കയെ വളരെ നിസ്സാരവൽക്കരിച്ച മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് കേരളത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു, വിദേശ കുടിയേറ്റത്തിന്റെ ഉത്തരവാദിത്തം സർക്കാരിനോ? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ടോം ഒലിക്കരോട്, ഒപ്പം കത്തോലിക്ക കോൺഗ്രസിൽ നിന്നും ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, യുവജന പ്രതിനിധി ശ്രീ സിജോ അമ്പാട്ട്. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ ടോം ഒലിക്കരോട്. നമുക്കറിയാം, കേരളത്തിന്റെ ഒരു ചരിത്രം, ഈ ആധുനിക കാലഘട്ടത്തിലെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, കേരള പിറവിക്ക് ശേഷമുള്ള ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കുടിയേറ്റങ്ങൾ എപ്പോഴും കേരളത്തിന്റെ ഒരു സാമൂഹിക അവസ്ഥയുടെ ഒരു ഭാഗം തന്നെയാണ്. അത് ഇന്റേണൽ ആയിട്ടുള്ള ഒരു കുടിയേറ്റമായിക്കോട്ടെ, എക്സ്റ്റേണൽ ആയിട്ടുള്ള കുടിയേറ്റമായിക്കോട്ടെ. കേരളത്തിന്റെ ആദ്യ നാളുകളിൽ നമുക്കറിയാം സിലോൺ, ബർമ പോലുള്ള മേഖലകളിലേക്ക് ഒരു കുടിയേറ്റം ഉണ്ടായിരുന്നു. പിന്നീട് അത് മന്ദീഭവിച്ചു. പിന്നീട് ഒരു ഗൾഫ് ബൂം 1970-80 കാലഘട്ടങ്ങളിൽ വരുന്നു. പിന്നീട് യൂറോപ്പ്, USA പോലുള്ള രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം ശക്തി പ്രാപിക്കുന്നു. പക്ഷേ ഒരു പ്രത്യേക ഒരു കാലഘട്ടത്തിന് ശേഷം നമുക്ക് ഒരു കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഒരു കാലഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ ഈ കാലയളവിൽ നടക്കുന്ന ഒരു കുടിയേറ്റം എന്തുകൊണ്ടാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തെ വളരെയധികം ഒരു ആശങ്കപ്പെടുത്തുന്നത്? അത് എത്തരത്തിലാണ് കേരളത്തിന്റെ ഒരു സാമുദായിക സന്തുലിതാവസ്ഥയെ അത് ഗുരുതരമായിട്ട് അത് ബാധിക്കുന്നത്? ഫാദർ ടോം ഒലിക്കരോട്. ജോർജി സൂചിപ്പിച്ചതുപോലെ കുടിയേറ്റം എന്ന് പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല, പുതിയൊരു പ്രതിഭാസമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല, മറിച്ചത് മനുഷ്യന്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ എപ്പോഴും ഒരു പ്രദേശത്ത് നിന്ന് അതിജീവനത്തിന് മറ്റൊരു പ്രദേശത്തേക്ക് കുടിയേറ്റങ്ങൾ, മൈഗ്രേഷൻ നടത്തി തന്നെയാണ് മനുഷ്യ സംസ്കാരങ്ങൾ വളർന്നത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രതിസന്ധി, ഈ അനിയന്ത്രിതമായ കുടിയേറ്റം കൊണ്ട് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനവും മലയാളികളുടേതെന്ന് പറയുന്ന ഒരു സംസ്കാരവും ഇല്ലാതായി പോകുന്നു എന്നുള്ള ഒരു പ്രതിസന്ധിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നേരിടുന്നത്. ഏറ്റവും അടുത്ത ഒരു ഉദാഹരണം പറഞ്ഞാൽ, ജില്ലയിൽ ഉളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് +2 കുട്ടികളുടെ ഒരു സംഗമം നടക്കുകയാണ്. 560 കുട്ടികൾ അവിടെ +2 ഈ വർഷം എഴുതുന്ന കുട്ടികൾ വന്നിട്ടുണ്ട്. അവരോട് അതിനിടയിൽ വെച്ച് ക്ലാസ്സിൽ നയിച്ച ആൾ ചോദിക്കുകയാണ്, നിങ്ങളിൽ എത്ര പേർ +2 കഴിഞ്ഞ്
കേരളത്തിൽ അല്ല ഇന്ത്യയിൽ പഠിക്കാൻ ആഗ്രഹമുണ്ട്. 560 കുട്ടികളിൽ വെറും 25 കുട്ടികൾ, കഷ്ടി 25 കുട്ടികളാണ് ഇന്ത്യയിലോ കേരളത്തിലോ ആ സമ്മേളനത്തിലെ 95% കുട്ടികൾ ആഗ്രഹിക്കുന്നത് കേരളവും ഇന്ത്യയും തുടർന്നുള്ള പഠനത്തിനും അവരുടെ ഭാവിക്കും പറ്റിയ ഒരു അന്തരീക്ഷമല്ല. അതുകൊണ്ട് അവർ ഒരു വിദേശ രാജ്യത്തേക്കുള്ള മൈഗ്രേഷൻ സ്വപ്നം കാണുകയാണ്. അത് പിണറായി വിജയൻ പറയുന്നത് പോലെ മൊബൈൽ നോക്കിയിട്ടുള്ള ചുമ്മാ ഒരു മായാമോഹമൊന്നുമല്ല. കാരണം നമ്മുടെ കുട്ടികളൊക്കെയും ഇന്ന് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ കാണുകയാണ്. ഉളിക്കലിൽ നിന്നുള്ള ഒരു കുട്ടി, അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഇരിട്ടിയിൽ നിന്നുള്ള ഒരു കുട്ടി കണ്ണൂർ ജില്ലയിൽ നിന്ന്, അതല്ലെങ്കിൽ വയനാട്ടിൽ നിന്നുള്ള ഒരു കുട്ടി മൊബൈൽ നോക്കിയിട്ടാണ് എന്നൊരു ഭരണാധികാരി പറയുകയാണെങ്കിൽ അദ്ദേഹം ഉറക്കത്തിലാണ്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായ വിചാരം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളതേ നമുക്ക് പറയാനുള്ളൂ. കാരണം അവന്റെ വീടിന്റെ പരിസരത്താണ് കുറച്ചു നാൾ മുമ്പ് കാട്ടാന ഇറങ്ങി വഴിയിൽ നിന്ന് ഒരു മനുഷ്യനെ ചവിട്ടി അരച്ചു കളയുന്നത്. അവന്റെ പറമ്പിലൂടെയാണ് ഈ ദിവസങ്ങളിൽ കാട്ടുപോത്ത് ഓടുന്നതും കരടി പ്രത്യക്ഷപ്പെടുന്നതും കടുവ മനുഷ്യനെ കടിച്ചു തിന്നിട്ട് ശരീരാവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു നാട്ടിൽ എങ്ങനെയാണ് ഒരു തലമുറ നിർഭയം ജീവിക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ പ്രശ്നം ഇവിടെയുള്ള ചെറുപ്പക്കാരും കുട്ടികളും ഭയന്നാണ് ജീവിക്കുന്നത്. കാരണം നമ്മുടെ നാട് കാടായി മാറുന്നു. ആരാണ് ഈ നാടിനെ കാടാക്കി മാറ്റിയത്? കാർബൺ ബോണ്ട് എന്ന് പറയുന്ന കെണിയിലൂടെ വിദേശ നിക്ഷേപങ്ങൾ സ്വീകരിച്ച് ഇവിടെ വനവൽക്കരണത്തിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ഇടത് വലത് മുന്നണികൾ തന്നെയാണ് നമ്മുടെ ജനവാസ കേന്ദ്രങ്ങൾ ഇന്ന് വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രങ്ങളായിട്ട് കാടായിട്ട് മാറാനുള്ള കാരണക്കാർ. അവർ എന്നിട്ട് നമ്മൾ വിളിക്കുന്ന പ്രതിഷേധങ്ങളിൽ വന്ന് യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ അവർ അപലപിച്ച് പ്രസംഗിച്ചിട്ട് പോകും. ഈ ആളുകളൊക്കെയും കൂടി ചേർന്ന് നിയമസഭകളിൽ എടുത്ത തീരുമാനത്തിന്റെ പരിണിതഫലമാണ് കാർബൺ ബോണ്ടുകൾ എന്ന പേരിൽ ഇവിടേക്ക് ഫണ്ട് സ്വീകരിക്കുകയും വനവൽക്കരണത്തിന് കുടപിടിച്ചു കൊടുക്കുകയും ചെയ്തതാണ്. അങ്ങനെയുള്ള നിരവധി കാരണങ്ങളെക്കുറിച്ച് പറയാണ് ഈ നാട് ജീവിക്കാൻ എന്ത് സുരക്ഷിതത്വമാണുള്ളത്. ഇനി വിദ്യാലയങ്ങളിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ നമ്മളുടെ കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു വിദ്യാലയമാണല്ലോ മഹാരാജാസ് കോളേജ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അത് അടഞ്ഞു കിടക്കാണ്. എന്താണ് കാരണം? കത്തിക്കുത്താണ്. അഭിമന്യുവൊക്കെ കുത്തേറ്റ് മരിച്ച ക്യാമ്പസാണ്. എന്ത് ധൈര്യപ്പെട്ടിട്ടാണ് നമ്മുടെ കുട്ടികൾ, യുവതലമുറ ഇവിടുത്തെ കോളേജുകളിൽ ചെല്ലുന്നത്? ഗുണ്ടകളെക്കാളും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ രാഷ്ട്രീയ സംഘടനകളുടെ നേതൃസ്ഥാനത്ത് വന്ന് നിൽക്കുന്ന ഒരു നാട്ടിൽ കലാലയങ്ങൾക്ക് അതിന്റെ സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെട്ടില്ലേ? അപ്പൊ എങ്ങനെയാണ് ഇവിടെയുള്ള ആളുകൾ ഈ കലാലയങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാൻ മാതാപിതാക്കൾക്ക് ധൈര്യം ഉണ്ടാവുന്നത്? ഇനി വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെക്കുറിച്ച് മുൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ സുപ്രധാന പദവിയിലിരുന്ന ആള് പറഞ്ഞു, കൂട്ടിവായിക്കാൻ അറിയത്തില്ലാത്ത നിരക്ഷരരായ ബിരുദധാരികളെയാണ് കുറെ വർഷങ്ങളായി A+ഉം അതിന്റെ മേലെയും കൊടുത്ത് നമ്മൾ ജയിപ്പിച്ചു വിട്ടിട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവാരമില്ലാത്ത വിദ്യാഭ്യാസം. ഇനി വല്ല വിധേനയും പഠിച്ച് മാർക്ക് കിട്ടുന്നവൻ എവിടെയാണ് ജോലി കിട്ടുന്നത്? പിൻവാതിൽ നിയമനത്തിന് റെഡിയായിട്ട് ഈ പാർട്ടി ചേരികളിലെ ഗുണ്ടകൾ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തികഞ്ഞ അരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോകുന്ന കേരള സമൂഹമാണ്, ഇവിടുത്തെ സംവിധാനങ്ങളാണ് ആദ്യമായി ഈ നാട് ജീവിക്കാൻ പറ്റാത്തതാണെന്നുള്ള ഒരാശങ്ക നമ്മുടെ യുവതലമുറയുടെ മനസ്സിൽ ഉളവാക്കുകയും കുടിയേറ്റത്തിന് അവരെ നിർബന്ധിക്കുകയും ചെയ്യുന്നത്. അത് കണ്ടില്ലെന്ന് നടിച്ചിട്ട് ഒരു ഭരണാധികാരിക്ക് ഇരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് അങ്ങനെയുള്ള ആകുലതകളുടെ നേരെ അസഹിഷ്ണുത കാണിച്ചുകൊണ്ട് രക്ഷപ്പെടാനും പറ്റില്ല. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകും, ഏറ്റവും ക്രൂരരായിട്ടുള്ള ഏകാധിപതികളായിട്ടുള്ള ഭരണാധികാരികളുടെ ഒക്കെയും സവിശേഷമായ അടയാളമായിരുന്നു അവരെ ചുമക്കുന്ന ഭീകരമായ അസഹിഷ്ണുത. അത് ലെനിനും സ്റ്റാലിനും മാവോയും അതുപോലെ തന്നെ ഇന്ന് ഉത്തര കൊറിയയുടെ കിം ജോങ് ഉന്നും അടക്കമുള്ള സകല സ്വേച്ഛാധികളുടെയും മുഖമുദ്രയായിരുന്നു നേരു പറയുന്നവനോട്, നിർഭയം പറയുന്നവനോടുള്ള അവരുടെ വല്ലാത്ത അസഹിഷ്ണുത. ആ അസഹിഷ്ണുത പുറത്തെടുത്ത് കേരളത്തിൽ ആരെയും ഭയപ്പെടുത്താമെന്ന് പിണറായി വിജയൻ വെറുതെ വ്യാമോഹിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. സത്യങ്ങൾ നമ്മൾ തുറന്നു പറയുക തന്നെ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. ഒപ്പം തന്നെ ഫാദർ ടോം ഒലിക്കട്ടെ, അങ്ങ് പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് പറയാം, പ്രത്യേകിച്ച് പെരുന്തോട്ടം പിതാവിന്റെ ആ ഒരു പ്രസംഗം കേൾക്കാൻ നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് സർക്കാരിനെതിരെ ഒരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നില്ല. അതായത് സഭയും സർക്കാരും ഒന്നു ചേർന്ന് ഈ ഒരു സാമൂഹിക വിപത്തിനെതിരെ പോരാടണം, അല്ലെങ്കിൽ ഒരു നിശിതമായിട്ടുള്ള വിമർശനമോ ഒന്നുമല്ല. അത് കൃത്യമായിട്ട് തന്നെ ഒരു സമൂഹത്തോടുള്ള തന്റെ ഒരു കരുതൽ, ഒരു കടമ, ഒരു ഉത്തരവാദിത്വം, അതിന്റെ ഭാഗമായി അദ്ദേഹം വളരെ പക്വമായിട്ടുള്ള വാക്കുകളിൽ സൗമ്യമായി തന്നെ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ തുടർന്ന് ഈ മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രതികരണ
പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണ് എത്രത്തോളം വിമർശനങ്ങളെ അല്ലെങ്കിൽ ഈ പോക്ക് ശരിയല്ല എന്ന് തരത്തിൽ സൗമ്യമായ ഒരാൾ പറഞ്ഞാൽ പോലും എത്രത്തോളം അസഹിഷ്ണുതയോടെയാണ് അദ്ദേഹം അതിനെ കാണുന്നത്. അതൊരു ഭരണാധികാരിക്ക് യോജിച്ച ഒരു പ്രവണതയാണോ ഫാദർ ടോം അലിക്കോട്ട്? ജോർജി, അതിനകത്ത് അത് വിമർശനം ആയിക്കൊള്ളട്ടെ, അതത്ര സൗമ്യമായിട്ട് പറഞ്ഞതല്ല. അതൊരു വിമർശനമാണെങ്കിൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിന് ഇന്ത്യയിലെ പൗരൻ എന്ന നിലയിൽ വോട്ട് ചെയ്ത് ഈ ഭരണകൂടത്തെ വിജയിപ്പിക്കുന്നതിൽ വോട്ട് ചെയ്യുന്ന ഒരു പൗരൻ എന്ന നിലയിൽ, ജനാധിപത്യ രാഷ്ട്രത്തെ എല്ലാ നികുതികളും അടയ്ക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ വിമർശിക്കാനുള്ള അവകാശമുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദാര്യമല്ല അവകാശം. അത് ഏതെങ്കിലും ഭരണവർഗത്തിന്റെ അവകാശമല്ല. ഈ വിമർശിക്കാൻ ഉള്ള അവകാശം പൗരധർമ്മമാണ്. അതുകൊണ്ട് തന്നെ സൗമ്യമായി പറഞ്ഞതായിക്കൊള്ളട്ടെ, വിമർശനമായിക്കൊള്ളട്ടെ, അത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുണ്ട്. നമ്മൾ അഭിപ്രായങ്ങളെയൊക്കെയും അടിച്ചമർത്തുന്ന ഏകാധിപത്യ രാജ്യത്തൊന്നും അല്ല ജീവിക്കുന്നത്, ജനാധിപത്യ സംസ്ഥാനത്താണ്, രാജ്യത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പൗരധർമ്മം അദ്ദേഹം നിറവേറ്റി. നമ്മുടെ കൺമുമ്പിൽ ഒരു പൊള്ളിക്കുന്ന യാഥാർത്ഥ്യമുണ്ട്. ഇന്ന് കേരളത്തിലെ 2 ചെറുപ്പക്കാർ വിദേശത്തേക്ക് പറക്കാൻ അല്ലെങ്കിൽ അവിടെ ഒരു ജീവിതം കരുപിടിപ്പിക്കാൻ സ്വപ്നം കാണുന്നു. അത് 80കളിൽ ആരംഭിച്ച ഗൾഫ് ബൂം പോലെയല്ല. ഇവിടുന്നുള്ള അവിദഗ്ധരായ തൊഴിലാളികൾ ചെന്ന് പണിതുയർത്തിയതാണ് ഇന്ന് കാണുന്ന ദുബായും അബുദാബിയും അടക്കമുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലെ വൻ നഗരങ്ങളൊക്കെയും മലയാളിയുടെ വിയർപ്പ് വീണിട്ടുണ്ട്. ആ കുടിയേറ്റത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ പോയ ആളുകളൊക്കെയും 10, 20, 25 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരുമെന്ന് സ്വപ്നം കണ്ടു. അവര് പോയതൊന്നും ഈ മൊബൈലിലെ ഇൻഫർമേഷൻ കണ്ടിട്ടല്ല അവരൊന്നും പോയത്, അല്ലെ? അത് ജീവിക്കാൻ വേണ്ടി പോയി. അവരുടെ പ്രവാസികളുടെ പണം കൊണ്ട് കേരളം നമ്പർ 1 എന്നൊക്കെ പറയാൻ എല്ലാ രീതിയിലും ഉയർന്നു വന്നു. എന്നാൽ ആ പ്രവാസത്തിൽ ഇതും തമ്മിലുള്ള വ്യത്യാസം, ഇത് മടക്കമില്ലാത്ത ഒരു യാത്രയ്ക്കാണ് ഒരുക്കം കൂട്ടുന്നത് എന്നുള്ളതാണ്. ഈ പോകുന്ന ചെറുപ്പക്കാരും അമേരിക്കയിലോ കാനഡയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ പോകുന്നവർ തിരിച്ചു വരാനല്ല പോകുന്നത്. അവരവിടെ ഇവിടുന്ന് സ്വത്തും സ്ഥലങ്ങളും ഒക്കെയും വിറ്റ് മാതാപിതാക്കന്മാരെയും പറ്റിയാൽ കൂടെ കൂട്ടി അവിടേക്ക് സ്ഥിരതാമസമാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉണ്ടാവുന്ന പ്രതിസന്ധി എന്താണ്? നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധി എന്തുകൊണ്ടാണ് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിന് തിരുവനന്തപുരത്ത് മേജർ ആർച്ച് ബിഷപ്പിന് കൊടുത്ത സ്വീകരണ ചടങ്ങിൽ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയോട് അങ്ങനെ പറയേണ്ടി വരും തക്ക വിധം ഇതെന്തുകൊണ്ടാണ് ഒരു ഗൗരവമായ ആശങ്കയാവുന്നത്? ഈ പോക്ക് തുടർന്നാൽ നമ്മുടെ നാട് താമസം വിന വൃദ്ധരുടെ ഒരു നാടായിട്ട് മാറും. ഇവിടെ ചെറുപ്പക്കാരില്ല എന്ന് പറഞ്ഞാൽ ഉൽപാദനം നിൽക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. പിന്നെയോ കേരളം ഒരു ഉപഭോക്തൃ സംസ്കാരം എന്നുള്ള ഇതിൽ കൂടുതൽ ഭീകരമായി മാറുകയാണ്. സജി ചെറിയാനൊക്കെ പറയും തമിഴ്നാട്ടിൽ അരി ഉള്ളിടത്തോളം കാലം കേരളത്തിൽ നെല്ല് ഉൽപാദനം ഇല്ലെങ്കിലും കുഴപ്പമില്ല. അജാതി മണ്ടൻ പ്രസ്താവനകളാണ് ഈ ഭരണാധികാരികൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇവരുടെ ഈ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശ്രീ മുഖ്യമന്ത്രി കേൾക്കുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ടായിരിക്കും അസഹിഷ്ണുത കൂടാനുള്ള കാരണവും. യാഥാർത്ഥ്യം എന്താണ്? ഉൽപാദനം ഇല്ല എന്ന് പറഞ്ഞാൽ നാളെ മറ്റു സംസ്ഥാനങ്ങൾ അതിരടച്ചാൽ പട്ടിണി കിടന്ന് മരിക്കുന്ന ഗതികേടിലേക്ക് എത്തും കേരളത്തിലുള്ള ആളുകൾ. ഇനി ഈ വൃദ്ധർ നിലനിൽക്കുന്നു, വളർന്നു വരുന്നു, ചെറുപ്പക്കാരിലായാൽ നമ്മുടെ വയസ്സായ ആളുകളെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആരുണ്ടാവും? അവശ്യ സർവീസുകൾ, വാഹന ഗതാഗതം അടക്കമുള്ള ആതുര ശുശ്രൂഷ അടക്കമുള്ള അവശ്യ സർവീസുകൾ എങ്ങനെ നടത്തും? അപ്പൊ നിരവധി പ്രതിസന്ധികൾ, ഉത്തരവില്ലാത്ത പ്രതിസന്ധികൾ. ഒരു ശവസംസ്കാരത്തിന് മഞ്ചമെടുക്കാൻ പോലും ആളുകളെ കാണാൻ ചെറുപ്പക്കാരില്ലാത്ത വിധം നമ്മൾ ദയനീയമായ അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ ഇതൊരു വെറും ഒരു ഉറക്കത്തിൽ പറയുന്ന ആശങ്കയല്ല, വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടി അദ്ദേഹം ആലോചിച്ചുറപ്പിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അതിനെ ഒരു രാഷ്ട്രീയ വിമർശനമെന്ന അസഹിഷ്ണുതയോടെ അല്ല ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എടുക്കേണ്ടിയിരുന്നത്. മറിച്ച് ഒരു പൗരന്റെ പൗരധർമ്മമാണ് എന്ന് കരുതി അതേ ആദരവോടുകൂടി ആ വാക്കുകൾ എടുക്കുകയും ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഭരണാധികാരി എന്ന നിലയിൽ ഈ പ്രതിസന്ധിക്ക് ഞങ്ങളുടെ പാർട്ടിയാൽ, ഞങ്ങളുടെ ഗവൺമെന്റിനാൽ കഴിയുന്ന സത്വര നടപടികൾ സ്വീകരിക്കാമെന്ന് അന്തസ്സായി പറയുകയല്ലേ ചെയ്യേണ്ടത്? അതല്ലേ ഒരു ഭരണാധികാരിയുടെ അന്തസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മാന്യതയും രാഷ്ട്രീയ പദവിക്ക് ചേർന്ന അന്തസ്സും കാണിക്കുന്നതിലാണ് ഈ അസഹിഷ്ണുതയുടെ മൂടുപടങ്ങൾ വിമർശനങ്ങൾക്കോ എതിരഭിപ്രായങ്ങൾക്കോ നേരെ ഏതു സമയത്തും വലിച്ചിടുന്ന ഭരണാധികാരികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പാലായിൽ തോമസ് ചാഴിക്കാടൻ, അദ്ദേഹം ആദരണീയനായ പാർലമെന്റ് മെമ്പറാണ്. അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത ബഹുശതം വോട്ടർമാരുടെ മുമ്പിൽ വെച്ച് പിണറായി വിജയൻ അസ്വസ്ഥനാകുന്നു, അസഹിഷ്ണുവാകുന്നു. ഒരു പാർലമെന്റ് മെമ്പർക്ക് കൊടുക്കേണ്ട ആദരവ് അദ്ദേഹത്തിന് അവിടെ കിട്ടുന്നില്ല. ആരോടാണ് ഈ അസഹിഷ്ണുത കാണിക്കുന്നത്? ആരെയാണ് ഇങ്ങനെ ഈ ദേഷ്യപ്പെട്ട് പേടിപ്പിക്കാമെന്ന് ഇദ്ദേഹം വിചാരിക്കുന്നത്?
യെസ്, വളരെ വ്യക്തമാണ് ഫാദർ ടോം. ഒരു അടുത്ത ഘട്ടത്തിൽ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. അങ്ങ് വളരെ വ്യക്തമായി തന്നെ ഈ വിദേശ കുടിയേറ്റം സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഈ പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കുടിയേറ്റം എത്ര തോതിൽ നടന്നാലും അവരുടെ ഒരു പാർട്ടി ബേസ് ഇവിടെ ശക്തമായിരിക്കും, അല്ലെങ്കിൽ ഒരു പാർട്ടി കേഡർ അതെപ്പോഴും ശക്തമായിരിക്കും. അതിലെന്തെങ്കിലും ഒരു കോട്ടം തട്ടിയാൽ ചിലപ്പോൾ അവർ ഈ വിഷയത്തിൽ ഇടപെടാനുള്ളൊരു സാധ്യതയുണ്ട്. ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, അങ്ങ് ഒരു അധ്യാപകനാണ്, വർഷങ്ങളായി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമുക്കറിയാം, നേരത്തെ ഫാദർ ടോം ഓലിക്കരോട്ട് മഹാരാജാസ് കോളേജിന്റെ ഒക്കെ ഒരു കാര്യം സൂചിപ്പിച്ചു. മഹാരാജാസ് കോളേജ് മാത്രമല്ല, വളരെ പരിപാവനമായിട്ടുള്ള, വളരെ പൈതൃകം പേറുന്ന വിദ്യാഭ്യാസ നിലവാരത്തിൽ ഉന്നതമായിട്ടുള്ള ഒരു നിലവാരം പുലർത്തുന്ന കലാലയങ്ങളായിരുന്നു ഇതൊക്കെ. മഹാരാജാസിന്റെ പ്രോഡക്ട്സ് ഒക്കെ നമുക്കറിയാം. മികച്ച രാഷ്ട്രീയ നേതാക്കൾ, കലാ സാംസ്കാരിക രംഗത്തെയൊക്കെ നിരവധി പ്രമുഖരെ സംഭാവന ചെയ്ത ഒരു മഹത്തായിട്ടുള്ള ഒരു ക്യാമ്പസ് കലാലയം. പക്ഷെ അത്തരം ക്യാമ്പസുകളിൽ വളരെയധികം അപജയങ്ങൾ, വിദ്യാഭ്യാസപരമായിട്ടുള്ള പല അപജയങ്ങളും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് നമ്മുടെ ഒരു വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു പിഴവ് പറ്റിയത്? നമുക്കറിയാം, ഈ ഒരു ഘട്ടത്തിൽ പോലും നാം സംസാരിക്കുമ്പോൾ കേരളത്തിലെ സർവകലാശാലകളിൽ 9 എണ്ണത്തിലും വിസിമാരില്ല. പിൻവാതിൽ നിയമനങ്ങൾ, ഈ ബിരുദം എടുക്കാത്തവർ ബിരുദാനന്തര ബിരുദം എടുക്കുന്ന അവസ്ഥ, വ്യാജ തീസിസ്, ഒപ്പം തന്നെ പാർട്ടിക്കാരെ ഈ താക്കോൽ സ്ഥാനങ്ങളിൽ തിരികെ കയറ്റുന്ന ആ ഒരു അവസ്ഥ. ഈ എവിടെയാണ് നമുക്ക് പഴിച്ചത്? മഹത്തായ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു, ആ ഒരു യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു പ്രത്യേക ചരിത്രത്തിന്റെ ഒരു പ്രത്യേക ഒരു ഘട്ടത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു നിലവാര തകർച്ച സംഭവിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ? ജോർഡി, താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് അതിന്റെ ആമുഖമായ ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അതായത്, ഒരു കാലഘട്ടത്തില് സ്വാതന്ത്ര്യാനന്തര കേരളത്തില് ജനങ്ങള് ബർമയിലേക്കും സിലോണിലേക്കും മലയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ ജോലിക്ക് പോയ കാര്യം പറഞ്ഞു. പക്ഷെ അവരൊക്കെ ഒന്നിക്കും ജോലിക്ക് പോയെങ്കിലും പലരും തിരിച്ചു വരികയോ അല്ലെങ്കിൽ ജോലി ആവശ്യാർത്ഥം പോവുകയോ ചെയ്തു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള പോക്കാണ്. അതും ഒരു PR എടുത്തുകൊണ്ടുള്ള സിറ്റിസൺഷിപ്പ് എടുത്തുകൊണ്ടുള്ള പോക്കല്ല. അത് ഈ ബർമ സിലോൺ ഒഴുക്കിന് ശേഷം പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ സംഭവിച്ചതാണ്. ഈ കാലഘട്ടത്തിൽ എന്നാൽ എല്ലാ രാജ്യങ്ങളിലേക്കും ജനങ്ങൾ ഒഴുകുന്നുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന്. ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകളുടെ 1/3 മലയാളികളാണ് എന്നാണ് ഒരു കണക്ക് കാണിക്കുന്നത്. അപ്പൊ അതിൽ പോകുന്നതിൽ ഒരു വിഭാഗം ജോലിക്ക് വേണ്ടി, മറ്റൊരു വിഭാഗം ഹയർ സ്റ്റഡീസിനുമാണ്. ഈ ഹയർ സ്റ്റഡീസിനും ജോലിക്കും പോകുന്നത് പണ്ടൊക്കെ ഉന്നത കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നെങ്കിൽ, ഉന്നതമായ സാമ്പത്തിക നിലയുള്ള കുടുംബങ്ങളായിരുന്നെങ്കിൽ, ഇന്ന് മീഡിയം ഫാമിലികളിൽ നിന്നും അതുപോലെ സാധാരണ കുടുംബങ്ങളിൽ നിന്നും ഒക്കെ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി, അത് ഒരുപക്ഷെ ലോൺ എടുത്തും കിടപ്പാടം വിറ്റും അല്ലെങ്കിൽ കിടപ്പാടം പണയപ്പെടുത്തിയും വസ്തു പണയം വെച്ചും ഒക്കെ പോവുകയാണ്. പഠിക്കാൻ കൂടിയാണ് ഇവിടെ പോകുന്നത്. ഈ പഠനത്തിന് പോകുന്നതിന്റെ ഒരു ലക്ഷ്യം അതിലൂടെ എന്തെങ്കിലും ഒരു ജോലി അവിടെ കിട്ടും എന്നുള്ളതാണ്. ഇവിടെ പഠിച്ചാൽ കിട്ടാത്ത എന്ത് മേന്മയാണ് അവിടെ പഠിച്ചാൽ കിട്ടുക എന്നുള്ളത് അതിന്റെ ഒരു ഉപചോദ്യമായി നമുക്ക് ചോദിക്കാം. അപ്പൊ ഈ പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നു. ആ കിടക്കുന്ന പ്രശ്നങ്ങളില് ഈ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചാണ് താങ്കൾ ചോദിച്ചത്. അതിപ്പോ ഈ ചർച്ചയുടെ ഭാഗമായി നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയമാണ് ഈ ഒഴുക്കിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്. രണ്ടു വിധത്തിലുണ്ട്. ഒന്ന്, നല്ല വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നുള്ള അവസ്ഥയിൽ സംഭവിച്ചിരിക്കുന്ന അപജയം. രണ്ടാമത്തത്, അങ്ങനെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച ആളുകൾക്ക് ഇവിടെ തന്നെ ജോലി ലഭ്യമാകാനുള്ള സാധ്യതകൾ കണ്ടെത്തുന്നതിലുള്ള പരാജയം. ഈ രണ്ട് കാര്യങ്ങളും ഇതിന് കാരണമാണ്. നമ്മൾ കലാലയങ്ങളിലേക്ക് നോക്കിയാൽ ഒരു കാലഘട്ടത്തിലൊക്കെ സമരവും കാര്യങ്ങളും ഒക്കെ കോളേജുകൾ ഉണ്ടായിരുന്നു. അത് കേരളത്തിൽ കുറച്ച് കൂടുതലാണ്. മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ആഭാസങ്ങൾ കാര്യമായി കാണാൻ കഴിയില്ല. ഈ അടുത്ത കാലത്താണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലും JNUയിലും ഒക്കെ ചില പുരോഗമന പ്രസ്ഥാനങ്ങളെന്ന് അവകാശപ്പെടുന്ന വിദ്യാർത്ഥി സംഘടനകൾ വന്നതോടുകൂടി അവിടെ ബഹളവും ഒച്ചപ്പാടും ഒക്കെ തുടങ്ങിയത്. അതുവരെ അതൊക്കെ ശാന്തമായി നിന്നിരുന്ന നല്ല രീതിയിൽ പ്രവർത്തിച്ച സ്ഥാപനങ്ങളാണ്. എങ്കിലും ഇപ്പോൾ പോലും കേരളത്തിന് വെളിയിലുള്ള പല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള സമരാഭാസങ്ങൾ ഇല്ല എന്നുള്ള വസ്തുത അവിടെ നിലനിൽക്കെ കേരളത്തിൽ ഈ സമരാഭാസത്തിന് പുതിയ മുഖങ്ങളിലേക്ക് നമുക്ക് നയിക്കാൻ കഴിഞ്ഞു നമ്മുടെ രാഷ്ട്രീയക്കാർക്ക്. എന്താണ് ആ പുതിയ മുഖം? ആകെയുള്ള 200 ദിവസങ്ങൾ, ഞാൻ അതിന്റെ ഒരു സൈഡ് അക്കാഡമിക് സൈഡ് പറഞ്ഞാല്, ആകെയുള്ള 200-220 വർക്കിംഗ് ഡേയ്സിൽ 150ഓളം ദിവസം പരീക്ഷയാണ്. അതായത് 150 ദിവസം പരീക്ഷയുടെ വാല്യുവേഷൻ ക്യാമ്പുകളോ ആയിട്ട് ക്ലാസ്സുകൾ കാര്യമായി നടക്കാത്ത സാഹചര്യം.
ബാക്കി എത്ര ദിവസമാണ് നമ്മൾ ആലോചിച്ചാൽ മതി. സെമസ്റ്റർ സംവിധാനത്തിന്റെ 90 ദിവസം കിട്ടേണ്ടത്. അങ്ങനെ റിസൾട്ടുകൾ കൃത്യമായി ഡിക്ലെയർ ചെയ്യാത്ത പ്രശ്നം, സമയബന്ധിതമായി പഠിക്കുന്ന കുട്ടിക്ക് ക്വാളിറ്റി പഠനം നടത്താനും പഠിച്ച റിസൾട്ടുകളും ലഭ്യമാകാനുള്ള സാധ്യതയില്ലായ്മ, അതിനെ ട്രിഗർ ചെയ്യുന്ന വിധത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രസ്ഥാനങ്ങളുടെയും പോഷക സംഘടനകൾ ഈ പറയുന്ന കലാലയങ്ങളിൽ കാണിക്കുന്ന പേക്കൂത്തുകളും രാഷ്ട്രീയമായിട്ടുള്ള ആഭാസത്തരങ്ങളും. ഞാൻ കലാലയങ്ങളിൽ രാഷ്ട്രീയം വേണ്ട എന്നതല്ല, കലാലയങ്ങൾ ഇപ്പൊ രാഷ്ട്രീയമല്ലുള്ളത്, കലാലയങ്ങൾ പാർട്ടിയുമാണ്. ഒരു പാർട്ടി ഒഴിച്ച് വേറൊരു പാർട്ടിയും അവിടെ വേണ്ട, ആ പാർട്ടിയുടെ പോഷക സംഘടന ഒഴിച്ച് വേറൊരു പോഷക സംഘടന അവിടെ വേണ്ട എന്നുള്ള മട്ടിൽ മത്സരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തില് കോളേജുകളെ കുത്തുവാളടിപ്പിക്കാൻ. അതിന്റെ ഭാഗമാണ് ചിലപ്പോൾ കോളേജ് തല്ലിപ്പൊളിക്കും. അത് ഏതെങ്കിലും വിധ ശിക്ഷണത്തിന് വിധേയമായ വിദ്യാർത്ഥി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയുടെ, ഇപ്പൊ SFIയുടെ സംഘടനാ സെക്രട്ടറി ആയിരുന്ന ഒരാളെ ഡിസിപ്ലിനറി ആക്ഷൻ എടുത്ത് പുറത്താക്കിയത്, സസ്പെൻഡ് ചെയ്തതിന്റെ പേരിലാണ് ഒരു കോളേജ് വയനാട്ടിൽ തല്ലിപ്പൊളിക്കുന്നത് കണ്ടത്. പ്രിൻസിപ്പലിന്റെ റൂമിലെ കമ്പ്യൂട്ടർ അടക്കം മുഴുവൻ സാധനങ്ങൾ തരിപ്പണമാകുന്നത്. ഞാനൊരു ഒറ്റപ്പെട്ട സംഭവം ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. ഇത് ആവർത്തിക്കപ്പെടുകയാണ്. മഹാരാജാസിലായാലും മിക്കവാറും നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിലും കോളേജ് തല്ലിപ്പൊളിക്കുക, അധികാരികളെ തല്ലുക, അധ്യാപകരെ തല്ലുക, കോളേജുകളെ പൂട്ടിയിടുക, അല്ലെങ്കിൽ അധ്യാപകരെ പൂട്ടിയിടുക, സഹപാഠികളെ കൊല്ലുക, അല്ലെങ്കിൽ അവരെ കൊലവിളിക്ക് നടത്തുക എന്നൊക്കെ പറഞ്ഞൊരു സംസ്കാരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം മാറി. സ്വസ്ഥമായി കോളേജിൽ പോയി പഠിക്കാൻ പറ്റാത്ത സാഹചര്യം അത് ആഗ്രഹിക്കുന്ന മഹാഭൂരിപക്ഷം ലഭിക്കാതെ വന്നു ഈ രാഷ്ട്രീയക്കാരുടെ ഈ തോന്നിയാസം കാരണം, ഈ പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ തോന്നിയാസം കാരണം. അപ്പൊ അതൊരു വശത്ത്. ആ തോന്നിയാസങ്ങൾ സഹിച്ചിവിടെ നിൽക്കാന്ന് വെച്ചാലോ, 3 കൊല്ലം പഠിച്ചിട്ട് കൃത്യമായിട്ട് ആ റിസൾട്ട് പോലും ഡിക്ലെയർ ചെയ്യില്ല, പരീക്ഷകൾ സമയത്ത് നടത്തില്ല, ക്ലാസ്സുകൾ കൃത്യമായി നടക്കില്ല, സമരങ്ങളും ബഹളങ്ങളും പ്രശ്നങ്ങളുമായിട്ട് ഒരു വശത്ത്. ഇങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ അന്തസത്തയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കുട്ടി നേതാക്കന്മാരെ എടുക്കാനുള്ള കലാശാലകളായി, കലാപശാലകളായി സ്ഥാനങ്ങളെ മാറ്റി എന്നുള്ളത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിക്കുന്ന വലിയൊരു അപജയമാണ്. ഇത് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇവിടെ പഠിച്ചാലും കാര്യമില്ല, ഇവിടെ പഠിച്ചു കഴിഞ്ഞാലും ജോലി സാധ്യതയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ജോലി സാധ്യതകൾ നോക്കുമ്പോൾ ഈ ബിരുദം കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരിടത്തും ജോലി കിട്ടുകയില്ല. കാരണം ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസമില്ല. എവിടെയെങ്കിലും ചെന്ന ഒരു ഇന്റർവ്യൂവിന് പാകുളക്കുകയില്ല. മലയാളിയെ കുറിച്ച് പറയുന്നതാണ്, ദേ നെവർ ഓപ്പൺ ദെയർ മൗത്ത് എക്സെപ്റ്റ് ഫോർ ഈറ്റിംഗ്. ഇന്റർവ്യൂ ബോർഡിൽ പറയുന്നതാണ് കേരളത്തിൽ വെളിയിൽ ചെന്ന് കഴിയുമ്പോൾ. കാരണം അവർക്ക് തുറക്കാൻ കഴിയില്ല. അവർക്ക് അത്തരം ഒരു ശിക്ഷണമാണ് ഇവിടെ വിദ്യാഭ്യാസ പലർക്കും കിട്ടുന്നത്. ഒപ്പം തന്നെ ഡോക്ടർ ചാക്കോ കളമരം ഒരു സംശയം കൂടി ചോദിക്കുകയാണ്. അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ഈ പറയുന്ന ഈ രാഷ്ട്രീയക്കാരുടെ ഒരു ഇടപെടലുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ കളികളൊന്നുമില്ലാത്ത ഈ സ്വാശ്രയ കോളേജുകൾ മറുസൈഡിൽ നിൽക്കുന്നുണ്ടല്ലോ. പക്ഷേ അവിടെ പോലും നിരവധി സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പ്രതിഭാസം. പല കോളേജുകൾ, പല എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ഒക്കെ ഒരു അവസ്ഥ നമുക്കറിയാം. 10 വർഷം പോലും ഇനാഗുറേറ്റ് ചെയ്ത് 10 വർഷം പോലും തികയ്ക്കാതെ അടച്ചു പൂട്ടിയിട്ട് മറ്റു പല ആവശ്യങ്ങൾക്കും ആ കെട്ടിടങ്ങൾ കൊടുക്കേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. പക്ഷേ ഈ പറയുന്ന പ്രശ്നങ്ങളില്ലാത്ത സ്വാശ്രയ കോളേജുകൾക്കും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു അപജയം സംഭവിക്കുന്നത്? ഡോക്ടർ ചാക്കോ കളമരം. തീർച്ചയായിട്ടും താങ്കൾ ചോദിച്ച ചോദ്യത്തിന് റിലവൻസ് ഉണ്ട്, പ്രസക്തമാണത്. ഞാൻ അത് തന്നെയാണ് ആദ്യം സൂചിപ്പിച്ചത്. അതായത് ഒരു വശത്തൂടെ സമരത്തിന്റെ ബാഹുല്യം മുഴുവൻ എയ്ഡഡ് ഗവൺമെന്റ് കോളേജുകള് അതിന്റെ ക്വാളിറ്റി താഴേക്ക് പോകുമ്പോൾ, മറുവശത്ത് സ്വാശ്രയ കോളേജുകളിലെ യൂണിവേഴ്സിറ്റിയുടെ അമിത നിയന്ത്രണങ്ങളും ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങളും വഴി സ്വാശ്രയ കോളേജുകളെ പ്രവർത്തനനിരതമാകാൻ അനുവദിക്കുന്നില്ല. ഞാൻ ഉദാഹരണം പറയാം, ചില ഉദാഹരണങ്ങൾ. സ്വാശ്രയ കോളേജുകൾ എന്ന പേരിൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന കോളേജുകൾക്ക് ഓരോ വർഷവും പുതിയ അഫിലിയേഷൻ വേണം. കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കോളേജാണ്. ഓരോ വർഷവും അഫിലിയേഷന് വേണ്ടി ആയിരക്കണക്കിന് രൂപ, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ഗവൺമെന്റിൽ കെട്ടണം, യൂണിവേഴ്സിറ്റിക്ക് കെട്ടണം. രണ്ടാമത് ഓരോ കോഴ്സിനും പ്രത്യേകമായിട്ട് NOC കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് കൊടുക്കണം. ഫീസുകൾ ഒരു കാരണവശാലും കാലാനുസൃതമായി വർദ്ധിപ്പിക്കുകയില്ല. ഫീസുകൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ, ഗവൺമെന്റ് നടത്തുന്ന സ്വാശ്രയ സ്ഥാപനങ്ങളിൽ വർദ്ധിപ്പിക്കുകയും, അല്ലാത്ത കോളേജുകൾ അത് പുരോഗതിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞ 10-12 വർഷമായിട്ട് ആനുപാതികമായി 5% വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാകാതിരിക്കുക. അതുപോലെ തന്നെയാണ് ഈ പരീക്ഷ നടത്തുമ്പോൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ സമയാസമയം നടത്താനായിട്ട് യൂണിവേഴ്സിറ്റിയുടെ കീഴിലായതുകൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? പരീക്ഷ നടത്തിപ്പ് നടക്കുന്നില്ല, ക്ലാസ്സുകളുടെ എണ്ണം വളരെയധികം കുറയുന്നു, പരീക്ഷകളുടെ CV ക്യാമ്പുകളും പരീക്ഷാ നടത്തിപ്പും ബഹളവുമായി 150 ദിവസം പോകുമ്പോൾ ആകെ 50 ദിവസമാണ് ശരിക്കും ഇഫക്റ്റീവായിട്ട് ഉണ്ടാകുക. ആ തരത്തിലുള്ള പ്രശ്നങ്ങള് സ്വാശ്രയ കോളേജുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തരത്തിൽ സ്വാശ്രയ കോളേജുകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കാതെ അവിടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ അവരെ
പീഡിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ യൂണിവേഴ്സിറ്റി തലത്തിലും അതുപോലെ സർക്കാർ തലത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ്. സ്വാശ്രയ കോളേജുകളുടെ അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? എവിടെ ജോലി കിട്ടും? അത് ഇവരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇവിടെ തൊഴിൽ സംവിധാനങ്ങൾ രൂപപ്പെടുത്തി ഇൻസ്റ്റിറ്റ്യൂഷനുകളും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഇൻഡസ്ട്രിയും തമ്മിലുള്ള ബന്ധങ്ങൾ നിലനിർത്തി ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇൻഡസ്ട്രിയിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലും സംവിധാനം ഇവിടെ നടത്താൻ സർക്കാരിന് സാധിക്കുന്നുണ്ടോ? പുതിയ വിദ്യാഭ്യാസ നയം വരുന്നുണ്ട്, അതുപോലും വേണ്ട വിധത്തിൽ നടപ്പിലാക്കുന്നതിൽ പലപ്പോഴും തടസ്സം നിൽക്കുന്നതായിട്ടാണ് കാണുക. അത്തരത്തിലുള്ള വിദ്യാഭ്യാസ നയങ്ങളുടെ കോളേജുകൾക്ക് തുറവി കൊടുത്തുകൊണ്ട് സ്വതന്ത്രമായി പ്രവർത്തിച്ച ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഇൻഡസ്ട്രികളും തമ്മിൽ ബന്ധപ്പെടുത്തി ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറെ കൂടെ ഉൽപാദനക്ഷമമായ വിധത്തിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ രാജ്യത്ത് ഉപകാരപ്പെടുന്ന വിധത്തിലേക്ക് മാറ്റുവാൻ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന് പകരം അവരുടെ മേൽ ഇത്തരത്തിലുള്ള കൂച്ചുവിലങ്ങൾ ഇട്ടുകൊണ്ട് അവരുടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ യുവജനങ്ങൾ എങ്ങോട്ട് പോകും? ആ യുവജനങ്ങൾ പുറത്തേക്ക് പോകും. അങ്ങനെ പുറത്തേക്ക് പോവുകയോ കേരളത്തിന് വെളിയിലേക്ക് പോവുകയോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കേരളത്തിന് വെളിയിലേക്ക് എന്തുമാത്രം കുട്ടികളാണ് ഒഴുകുന്നത്? ഇതേ കോഴ്സാണ് അവിടെ പഠിക്കുന്നത്. കാരണം എന്താ? സമയത്തിന് റിസൾട്ട് കിട്ടും, അവിടെ ശല്യവും ബഹളവും ഇല്ല, പ്ലേസ്മെന്റ് സാധ്യതകൾ അവിടെ കൊടുക്കുന്നു. ഇവിടെ അതിനുള്ള സാധ്യതകളില്ല. ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടികൾ ഇവിടുന്ന് കേരളത്തിന് വെളിയിലേക്ക് ഒഴുകാണ്. ഇവിടെ പഠിക്കുന്ന അതേ കോഴ്സ് അവിടെ ഇതിന്റെ 3 ഇരട്ടി ചെലവിൽ പഠിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഹോസ്റ്റൽ ഫീസും അവിടുത്തെ ഫീസ് ആനുകൂല്യങ്ങളും നോക്കുമ്പോൾ ഇവിടത്തെക്കാൾ 2-3 ഇരട്ടി ഫീസാണ് അവിടെ വിദ്യാർത്ഥികൾ കൊടുക്കേണ്ടി വരുന്നത്. എങ്കിലും അവരെ എന്തുകൊണ്ട് പ്രിഫർ ചെയ്യുന്നു? ലോൺ എടുത്തിട്ടാണെങ്കിലും സമയത്ത് റിസൾട്ട് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷ. ഇവിടെ പാസ്സായി കഴിഞ്ഞാൽ ഒരു 15,000 രൂപയുടെ ജോലിയുമായിട്ട് ഈ കുട്ടികൾ എത്ര കാലം ഇവിടെ നിൽക്കും? അപ്പൊ അവര് ബെറ്റർ ഓപ്ഷൻ നോക്കി പോകുന്നത് സ്വാഭാവികമാണ്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ഇവിടുത്തെ അടിസ്ഥാനപരമായി ചേഞ്ച് ചെയ്യേണ്ട വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുടെ മാറ്റങ്ങളും കലാലയത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അന്ത്യപ്രസംഗങ്ങൾ അവസാനിപ്പിച്ച് ക്വാളിറ്റിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാക്കി മാറ്റാൻ പരിശ്രമിക്കുന്നതിന് പകരം കുട്ടികൾ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ഇരുട്ടെടുത്ത് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന സമ്പ്രദായത്തിലൂടെ ലോകം ഒഴുകുന്നതിനോടൊപ്പം ഒഴുകാൻ തയ്യാറാകാതിരിക്കുന്ന രാഷ്ട്രീയക്കാരും ഭരണ സംവിധാനങ്ങളുമാണ് നമ്മുടെ ഏറ്റവും വലിയ അബദ്ധമായി നിൽക്കുന്നത് പറഞ്ഞാൽ ഒരു സംശയം വിചാരിക്കും. ശരാശരി ഒരു വർഷത്തില് ഇപ്പൊ നമ്മൾ കാണുന്നത് ഒരു വർഷത്തിൽ ശരാശരി ഒരു 30-40% വരെ പുറത്തേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയാല് 10 വർഷം കൊണ്ട് ഭയങ്കര ഒരു മൈഗ്രേഷൻ കേരളത്തിൽ ഉണ്ടാവും. അത് കേരളത്തിന് വെളിയിലേക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ആയാലും വിദേശത്തേക്ക് ആയാലും ഓട്ടോമാറ്റിക്കായിട്ട് കുറെ നിലവാരമില്ലാത്ത ആളുകളുടെ ഒരു സങ്കേതമായി കേരളം മാറും. കുറെ വയസ്സന്മാർ മാത്രമായി ഇവിടെ മാറും. പിന്നെ ഒറ്റപ്പെട്ട വാർദ്ധക്യത്തിലുള്ളവരാവും. പിന്നെ അവിടെ മൃതസംസ്കാരം ഓൺലൈനിൽ പങ്കെടുക്കുന്ന മക്കളുടെ സംസ്കാരത്തിലേക്ക് ഈ സംസ്ഥാനം മാറും. ഇതിന്റെ മാതൃഭാഷ തന്നെ മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. ബംഗാളിൽ നിന്ന്, യുപിയിൽ നിന്ന്, ഒറീസയിൽ നിന്നും ഒക്കെ ആളുകൾ ഇവിടെ വന്നിട്ട് അത് അവരുടെ നാടായി മാറുന്ന ഇവിടുത്തെ മാതൃഭാഷ പോലും ബംഗാളിയോ ഹിന്ദി ആകുന്ന സാഹചര്യങ്ങളിലേക്ക് മാറാം. ജന്മിമാര് അവരായി മാറാം. ഈ പ്രദേശത്തെ നോർത്ത് ഇന്ത്യൻസ് ആയി മാറാവുന്ന സാഹചര്യത്തിലേക്ക് വരാം. അങ്ങനെ കേരളത്തിന്റെ കെട്ടും മട്ടും സംസ്കാരവും മാറ്റിയെടുക്കുന്ന വിധത്തിലേക്ക് ഇവിടുന്ന് യുവജനങ്ങൾ പടിയിറങ്ങുമ്പോ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിച്ച കാലത്തിനനുസരിച്ച് നമ്മൾ കൃത്യതയോടുകൂടി പ്രവർത്തിക്കുന്നതിന് പകരം ഈ ചെരുപ്പിനനുസരിച്ച് കാലുമുറിക്കുന്ന അവസ്ഥയിലേക്ക് സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ വ്യക്തമാണ്. ശ്രീ സിജോ അമ്പാട്ട്, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് അങ്ങ് പങ്കെടുക്കുന്നത്. ഈ കേരളത്തിലെ ഈ പാസ്പോർട്ട് ഓഫീസുകളിൽ നിന്നും ലഭിച്ച ഒരു കണക്ക് പ്രകാരം ഈ 2016 ഈ ഉപരിപഠനാർത്ഥം കേരളത്തിൽ നിന്ന് പോയ ഈ യുവജനങ്ങളുടെ ഒരു കണക്ക് എന്ന് പറയുന്നത് ഏകദേശം 18,000-ഓളം പേരാണ്. ഈ 2023 എത്തി നിൽക്കുമ്പോൾ അത് 45,000 എത്തി നിൽക്കുന്നു, ഇരട്ടിയിലധികം ആകുന്നു. ഒരു കണക്ക് അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിച്ചു. പലപ്പോഴും ഈ വിദേശത്തേക്ക് പോകുന്ന യുവജനങ്ങളുടെ നേരെ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപമാണ്, പ്രത്യേകിച്ച് സുഖസൗകര്യങ്ങൾ തേടിയാണ് ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അവർക്ക് ജന്മനാടിനോട് പ്രതിബദ്ധതയില്ല, അല്ലെങ്കിൽ ജന്മനാട്ടിലേക്ക് തിരിച്ചു വരേണ്ട ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുന്നില്ല. ആ പോയവരുടെ 2ാം തലമുറയും അവിടെ തന്നെ സെറ്റിൽ ആവുന്നു എന്നൊരു കാര്യം. ഒപ്പം തന്നെ മുഖ്യമന്ത്രി സൂചിപ്പിച്ച ഈ ആഗോള പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടാണ് ഈ യുവജനങ്ങൾ പോകുന്നത്. ഈ മൊബൈൽ നിന്ന് ലഭിച്ച ഡേറ്റ അനുസരിച്ച് അതിൽ നോക്കിയൊക്കെ ഈ വിവരപ്രകാരം അങ്ങോട്ടേക്ക് പോകുന്നു. യുവജനങ്ങളുടെ ചിന്താഗതി മാറുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ കുടിയേറ്റം നടക്കുന്നു. ഒരു യുവാവ് എന്ന നിലയിൽ, അല്ലെങ്കിൽ യുവജനങ്ങളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഈ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ യുവ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആക്ഷേപങ്ങളെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു, ശ്രീ സിജോ അമ്പാട്ട്? ശ്രീ ജോഡി, ആദ്യം തന്നെ ഒന്ന് പറയേണ്ടത്, ഈ കഴിഞ്ഞ ദിവസം അഭിമന്യ പെരുന്തോട്ടം പിതാവ് ഒരു ഇടയനെടുത്ത ആശങ്കയോടുകൂടി യുവജനങ്ങളുടെ വലിയ മൈഗ്രേഷനെ പറ്റി മുഖ്യമന്ത്രിയോട് സംസാരിക്കുകയുണ്ടായി. ഈ ജോർഡി ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കഴിഞ്ഞ ഏതെങ്കിലും കുറച്ച് വർഷങ്ങളായി മുഖ്യമന്ത്രി ഏതെങ്കിലും
ഒരു ചോദ്യത്തിന് മര്യാദയ്ക്ക് ഉത്തരം തന്നിട്ടുണ്ടോ എന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. കോവിഡ് സമയത്ത് കുറച്ച് കോവിഡ് തള്ളലുകളല്ലാതെ, വൈകുന്നേരത്തെ തള്ളലുകളല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തമായ മറുപടി അദ്ദേഹം തന്നിട്ടുണ്ടോ? ഇല്ല. അത് ശരിക്കും ഉത്തരം മുട്ടിയാൽ കൊഞ്ഞനം കുത്തുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് അവിടെ കൊടുത്തത്. മൊബൈൽ നോക്കി പോകുന്ന യുവജനങ്ങളാണ് കേരളത്തിലുള്ളതെന്ന്, ഒരു പാൻ ഇന്ത്യൻ പ്രഭാവമാണ് എന്നാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. അപ്പോ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകട്ടെ എന്നുള്ള ഒരു ചിന്തയാണ് മുഖ്യമന്ത്രിക്കുള്ളത്. അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി രക്ഷപ്പെടട്ടെ, ഇവിടെ നിന്നാലോ കാര്യമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ പോയി എവിടെയെങ്കിലുമൊക്കെ രക്ഷപ്പെടട്ടെ എന്നുള്ള ചിന്ത മാത്രമേ മുഖ്യമന്ത്രിക്കുള്ളൂ. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. കോവിഡിന്റെ സമയത്ത് 5000-ലധികം യുവജനങ്ങൾ, കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വുഹാനിൽ, ചൈനയിൽ ഉണ്ട് എന്നൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, വിദ്യാർത്ഥികൾ. അതുപോലെ തന്നെ നമ്മുടെ ഉക്രൈനിൽ യുദ്ധത്തിന്റെ സമയത്ത് 3000-ലധികം കേരളത്തിലുള്ള വിദ്യാർത്ഥികൾ ഉക്രൈനിലുണ്ട് എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം, കേരളത്തിലെ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം പുറത്തേക്ക് വിട്ടു. അപ്പോഴൊന്നും ഈ സർക്കാരിന്റെ കയ്യിൽ കണക്കില്ല. എത്ര പേര് ഉക്രൈനിലുണ്ടെന്നോ എത്ര പേര് വുഹാനിൽ, ചൈനയിൽ ഉണ്ടെന്നോ അപ്പോഴാണ് സർക്കാർ അറിയുന്നത് ചൈനയിൽ 5000 പേര് മലയാളികളുണ്ട്. അപ്പോഴാണ് സർക്കാർ അറിയുന്നത് ഇത്രയും പേർ ഇവിടെ ഉക്രൈനിലുണ്ട് എന്ന്. അതുപോലും അറിയാത്ത, അതുപോലും കണക്ക് പോലും ഇല്ലാത്ത, ഇവിടുന്ന് എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്ന് പോലും അറിയാത്ത ആ മുഖ്യമന്ത്രിയോട് പെരുന്തോട്ടം പിതാവ് ആ ചോദ്യം ചോദിച്ചത് തന്നെ എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നുകയാണ്. അത്രമാത്രം ഒരു അറിവില്ലാത്ത ഒരു മുഖ്യമന്ത്രിയോട്. അപ്പൊ അദ്ദേഹം അങ്ങനെയൊക്കെയുള്ള മറുപടി നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. ഇനി ചോദ്യത്തിലേക്ക് വന്നാൽ, സുഖ സൗകര്യങ്ങൾ നോക്കി മാത്രമല്ല, ഇവിടുന്ന് ഒരു രക്ഷപ്പെടലോട് കൂടിയാ. കാരണം ഈ നാട്ടിൽ നിൽക്കാൻ വരാത്ത ഒരു അവസ്ഥ ഞാനൊരു യുവജന പ്രതിനിധി എന്ന നിലയിൽ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ഒരു PSC പരീക്ഷ എഴുതിയാൽ 35 വയസ്സ് കഴിഞ്ഞാൽ പോലും അതിന് റിസൾട്ട് വരില്ല. പിന്നെ സ്വജനപക്ഷപാതം വളരെ, മുഖ്യമന്ത്രി ഒരു പക്ഷത്തെ ന്യായമായി അവരെ പരിഗണിക്കുന്നുണ്ട്, ഒരു കൂട്ടം യുവജനങ്ങളെ പരിഗണിക്കുന്നുണ്ട്, ബാക്കിയുള്ളവർ എവിടെയെങ്കിലും പോട്ടെ എന്നാണ് പറഞ്ഞത്. അവരെ തിരികെ കയറ്റാൻ വ്യക്തമായി ശ്രമം നടത്തുന്നുണ്ട്. അപ്പോ ഇവിടുന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടുകയാണ്. ഇവിടെ ഉന്നത വിദ്യാഭ്യാസം നേടിയാൽ പോലും ഇവിടെ തൊഴിലില്ല. ഇവിടെ റാങ്കോട് കൂടി പാസ്സായവൻ ലിസ്റ്റിലില്ല. പകരം പരീക്ഷ പോലും എഴുതാത്ത ആൾ ലിസ്റ്റിലുണ്ട്. നിങ്ങൾ കുറച്ച് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. അതായത് പരീക്ഷ പോലും എഴുതാത്ത ആളുകൾ ഇവിടെ PSC ലിസ്റ്റിലുള്ളപ്പോ 1ാം റാങ്ക് നേടിയ, 2ാം റാങ്ക് നേടിയ ആൾക്ക് പോലും ഇവിടെ ജോലി കിട്ടാതെ, 35 വയസ്സ് കഴിഞ്ഞാൽ പോലും ജോലി കിട്ടാത്ത അവസ്ഥയാ. 2010 ശേഷം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലി കൊടുക്കുന്നില്ല. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള കേരളത്തിലാണ് നവകേരള സദസ്സുമായി യാത്ര നടത്തുന്നത്. ഈ നവകേരള സദസ്സിൽ ഇത്തരം ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ? വേലിക്കെട്ടിന് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ഒരു മന്ത്രിസഭയാണ് കാണുന്നത്. അവിടെയൊന്നും ഇത് യുവജനങ്ങൾക്ക് സംസാരിക്കാൻ ഒരു വേദിയില്ല. പൗരപ്രമുഖരുമായി ചർച്ചയുണ്ടായിരുന്നു, അത് മറ്റൊരു കാര്യം. പക്ഷേ സാധാരണക്കാരായ യുവജനങ്ങൾക്ക് സംസാരിക്കാൻ ഒരു വേദി അവിടെ ഒരുക്കിയിട്ടില്ല, ബാരിക്കേഡിന് അപ്പുറത്തും ഇപ്പുറത്തും. അപ്പോ ഇവിടെ ഉന്നത വിദ്യാഭ്യാസം നേടിയാൽ പോലും ജോലിയില്ലാത്ത ഒരവസ്ഥ, നാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ, ഒരു സംരംഭം തുടങ്ങിയാൽ അവിടെ കൊടികുത്തലായി, അവിടെ ജപ്തിയായി, അത്തരം കാര്യങ്ങൾ. ആരും ഇവിടെ പണം മുടക്കില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു ഗൾഫ് ബൂം എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇവിടെ ചില്ലകൾ മാത്രമേ ചേക്കേറുന്നുള്ളൂ, വേരുകൾ ഇവിടെയുണ്ട്. അങ്ങനെയുള്ള ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് യൂറോപ്പിലേക്ക് ചേക്കേറുന്ന യുവജനങ്ങൾ അവർ സ്വന്തം ഫാമിലിയെ കൂടി അവിടെ കൊണ്ടുപോവുക. കാരണം അവിടെ അവർ സെറ്റിൽ ആവുകയാണ്. കാരണം അവിടെ ഒരു പൗരന്മാരായി മാറാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അവിടെ വിദ്യാഭ്യാസം ഇപ്പൊ +2 കഴിഞ്ഞ ഉടൻ തന്നെ പോവുകയാണ്. നേരത്തെ PGക്കും ഡിഗ്രി പഠനത്തിനുമായി പോയെങ്കിൽ ഇപ്പൊ +2 കഴിഞ്ഞ ഉടനെ പോകുന്നുണ്ടെങ്കിൽ അത്രത്തോളം ആശങ്കപ്പെട്ടവരാണ് ഈ കേരളത്തിലെ മാതാപിതാക്കൾ. എങ്ങനെയെങ്കിലും അവരൊന്ന് പോയി രക്ഷപ്പെടട്ടെ എന്നുള്ള ആഗ്രഹമാണ്. അല്ലാതെ സുഖസൗകര്യങ്ങളും ഉണ്ട്, മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സമ്പ്രദായമാണ്, ഒരു രക്ഷയില്ല. കാരണം നമ്മൾ ഇവിടുത്തെ കാര്യം ഒരു രക്ഷയില്ല. കാരണം എന്താണെന്നറിയാമോ? ഒരു കാലത്തും മാറ്റം വരാത്ത പാഠ്യപദ്ധതിയാണ് ഇവിടെയുള്ളത്. വർഷങ്ങൾക്കായി ഒരു മാറ്റവും ഇല്ലാത്ത പാഠ്യപദ്ധതി. എന്തുകൊണ്ടാണ് ഇവിടെ സീറ്റുകൾ, നേരത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് ഇവിടെ സീറ്റുകൾ ഫില്ല് ചെയ്യാത്തതെന്ന്. ഈ കോഴ്സുകൾ ഇപ്പൊ വേണ്ടെന്നേ. ഇത്തരം കോഴ്സുകൾ ഇവിടെ ആവശ്യമില്ല. ആ കോഴ്സ് പഠിച്ചിട്ട് ഇവിടെ ഒരു കാര്യവും കിട്ടാനൊന്നുമില്ല. അതുകൊണ്ട് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വഴി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി, റോബോട്ടിക്സ് വഴി ഒക്കെയുള്ള മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ മറ്റു രാജ്യങ്ങൾ കൊടുക്കുമ്പോൾ അപ്പുറത്തേക്ക് പോകും. അതിൽ യാതൊരു സംശയമില്ല. അപ്പോ ഇവിടെ പരമ്പരാഗതമായി ശീലിച്ചു വരുന്ന പാഠ്യപദ്ധതിയിൽ ഇവിടെ ആളുകളില്ല എന്നുള്ളത് കാര്യമായ കാര്യം തന്നെയാണ്. അത് ഇനിയും വരില്ല.
പിന്നെ മറ്റൊരു കാര്യം, ഈ കോളേജുകളിലൊന്നും പ്രിൻസിപ്പൽമാരില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഈ പഠിക്കുന്ന കുട്ടികളുടെ കോളേജുകളിലൊന്നും പ്രിൻസിപ്പാൾമാരില്ല, VC-മാരില്ല. ഇതൊന്നും മുഖ്യമന്ത്രിക്ക് അറിയില്ല. ഇവിടെ എത്ര സർവകലാശാലകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, മുഖ്യമന്ത്രിക്ക് അറിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെയൊന്നും VC-മാരില്ല. ഇനി VC ഉണ്ടായാലോ ആ VC-യെ നിയമിക്കുന്നത് തർക്കങ്ങളാണ്. ഇവിടുത്തെ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഇവിടെ മൊത്തം തർക്കങ്ങളാണ്. മറ്റ് വിദേശ രാജ്യങ്ങളിലെ പത്രങ്ങൾ അവര് വിദ്യാഭ്യാസ രംഗത്തെ വലിയ മികച്ചതായി പൊക്കി കാണിക്കുമ്പോ മറ്റ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ മുക്കി കാണിക്കുമ്പോൾ ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ എന്താണ് വരുന്നത്? ഇവിടെ തമ്മിൽ തല്ലാണ്. ഇവിടെ ഗവർണറും വൈസ് ചാൻസലറും ചാൻസലറും തമ്മിൽ തല്ലും. അതുപോലെ തന്നെ ഇവിടെ പ്രിൻസിപ്പൽമാരെ അവരറിയാതെ തന്നെ സ്ഥലം മാറ്റുന്നു. വൈസ് ചാൻസലറെ രാമായണം സ്ഥലം മാറ്റുന്നു. സമ്പ്രദായം നിലനിൽക്കുന്ന സ്ഥലത്ത് വിദ്യാഭ്യാസം നേടാൻ നമ്മുടെ കുട്ടികൾ ഉണ്ടാവുമോ എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമാണ്. ഇവര് മുന്നോട്ട് പോകും. ഇവിടെ ഒരു മസ്തിഷ്ക ചോർച്ച സംഭവിക്കുന്നുള്ളത് സത്യം തന്നെയാണ്. ഇവിടെ കുറച്ച് നാളുകൾക്കുള്ളിൽ ബഹുമാനപ്പെട്ട ചാക്കോ സാർ പറഞ്ഞതുപോലെ കുറച്ച് നാളുകൾക്കുള്ളിൽ ഒരു BBC റിപ്പോർട്ട് ചെയ്ത് ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കേണ്ടത്. BBC റിപ്പോർട്ട് ഇങ്ങനെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇവിടെ ഒരു പ്രേത നഗരമായി മാറുകയാണ്. കാരണം ഇവിടെ യുവജനങ്ങൾ ഉണ്ടാവില്ല. കാരണം ഇവിടെ മൊത്തം ഇന്ന് 12 ലക്ഷത്തോളം വീടുകൾ അനാഥമായി കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ള സെൻസസ് പ്രകാരം. 12 ലക്ഷം, ഇന്ന് അത് കൂടിയിട്ടുണ്ടാവും. 12 ലക്ഷത്തോളം വീടുകൾ അനാഥമായി കിടക്കുന്നു. കാരണം അവിടെയൊന്നും ആളുകളില്ല താമസിക്കാൻ. അപ്പോ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇവിടെയുള്ള ആളുകൾ അങ്ങോട്ട് പോവുകയും. പക്ഷെ അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട് ശ്രീ സിജോ, ഈ പറയുന്ന ഈ മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലൊക്കെ യുവജനങ്ങളുണ്ട്. അവിടെയൊന്നും ഈ പ്രശ്നം സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്? ഒരിക്കലും സംഭവിക്കില്ല. കാരണം അവരെ പൊതിഞ്ഞു നടക്കാൻ അവർക്ക് സാധിക്കും. അവരെ സംരക്ഷിക്കുവാൻ അതുകൊണ്ടാണല്ലോ പരീക്ഷ എഴുതാതെ അവർക്ക് ജോലി കൊടുക്കുന്നത്. ഒരു കേട്ടുകേൾവി പോലും ഇല്ലാത്ത തസ്തികകൾ സൃഷ്ടിക്കുന്നത്. ഒരുപാട് കോർപ്പറേഷനുകൾ അല്ലെങ്കിൽ മറ്റു പല തസ്തികകൾ സൃഷ്ടിച്ച് അവിടെ ലക്ഷക്കണക്കിന് വരുമാനമുള്ള ജോലികൾ അവർക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അവർക്ക് വേണ്ടത് ഓശാന പാടുന്ന അല്ലെങ്കിൽ വാഴ്ത്തി പാടുന്ന കുറേയധികം ആളുകളെയാണ്. അല്ലാതെ ഇവിടുത്തെ സാധാരണക്കാരായ യുവജനങ്ങളെ അവർക്ക് ആവശ്യമില്ല. അവർ ഈ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്നാണ് മുഖ്യമന്ത്രി പറയണത്. അവർക്ക് അത്രേ ആവശ്യമുള്ളൂ. അവർക്ക് വേണ്ടി സ്തുതിപാഠകരായിട്ടുള്ള സ്വജനപക്ഷപാതം, രാഷ്ട്രീയ സ്വജനപക്ഷപാതം ഇവിടെ ഉള്ളിടത്തോളം കാലം ഇവിടുത്തെ സാധാരണക്കാരായ ഇടത്തരക്കാരായ യുവജനങ്ങൾ ഇനിയും മൈഗ്രേറ്റ് ചെയ്യപ്പെടും. പണ്ടൊക്കെ കുറച്ച് കാശും കുറച്ച് കഴിവുള്ളവരാണ് മൈഗ്രേറ്റ് ചെയ്തപ്പെട്ടതെങ്കിൽ ഇന്ന് ഇടത്തരക്കാരായ ആളുകൾ ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്ത് പോവുകയാണ്. ഇന്ന് നോക്കുക, ബാങ്ക് ലോൺ പുറത്തേക്ക് പോകാൻ വേണ്ടി കൊടുക്കാറുണ്ട്. ഇന്ന് ഈ നാട്ടിൽ പഠിക്കാൻ വേണ്ടി ലോൺ കൊടുക്കാറില്ല. നഗ്നമായ സത്യമാണ്. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. ഇന്ന് ഈ ഒരു നാഷണലൈസ്ഡ് ബാങ്ക് കേരളത്തിലല്ല ഇന്ത്യയിൽ പഠിക്കാൻ വേണ്ടി ആ കുട്ടിക്ക് ലോൺ കൊടുക്കില്ല. പകരം അവൻ അമേരിക്കയിലോ കാനഡയിലോ പോകാൻ വേണ്ടിയിട്ടാണ് ലോൺ കൊടുക്കും. കാരണം എന്താണെന്നറിയോ? അവൻ അവിടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടും, അത് തിരിച്ചടയ്ക്കും എന്നുള്ള ഉറപ്പുണ്ട്. കേരളത്തിലോ ഇന്ത്യയിലോ പഠിച്ചിട്ട് ജോലി കിട്ടുമെന്ന് ബാങ്കിന് പോലും ഉറപ്പില്ല. അതുകൊണ്ട് അവര് ഈ നാട്ടിൽ പഠിക്കാൻ ലോൺ കൊടുക്കില്ല, പുറത്തേക്ക് കൊടുക്കും. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ അവസ്ഥ. കേരളത്തിന്റെ ഒരു യുവാവ് അല്ലെങ്കിൽ മനസ്സിൽ ചോദിക്കുന്ന ആ ഒരു ആശങ്ക തന്നെയാണ് ശ്രീ സിജോ അമ്പാട്ട് പങ്കുവച്ചത്. നമ്മുടെ ചർച്ചയുടെ ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഫാദർ ടോം ഒലിക്കരോട്ട്, പ്രത്യേകിച്ച് ഈ ഒരു പ്രതിഭാസം അത് എങ്ങനെയൊക്കെ നോക്കിയാലും വളരെ ഗുരുതരമായി ബാധിക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ തന്നെയാണ്. നമ്മൾ അതിൻ്റെ ഒരു കണക്കുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ യൂറോപ്പിലേക്കും USA-ലേക്കും കാനഡയിലേക്കും ഒക്കെയുള്ള ആ ഒരു ഒഴുക്ക് നാം നോക്കുമ്പോൾ ഭൂരിഭാഗം പേരും തന്നെ പ്രത്യേകിച്ച് കേരളത്തിന്റെ ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നാണ് പോകുന്നത്. നമ്മുടെ ഒക്കെ പല ഇടവകളും നാം പരിശോധിക്കുകയാണെങ്കിൽ പല ഇടവകളിലും നിരവധി വീടുകളാണ് ആൾതാമസമില്ലാതെ ഒഴിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മുടെ ഈ ഒരു സാമുദായിക സന്തുലിതാവസ്ഥയെ അല്ലെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു ഭാവിയെ എങ്ങനെ ബാധിക്കും? ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ പല ദേവാലയങ്ങളിലും ആളുകളില്ല, പല കുർബാനയ്ക്കൊക്കെ നാം നോക്കുമ്പോൾ യുവജനങ്ങളില്ല, ഒരു വൃദ്ധർ മാത്രം പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പ്രായമായവർ മാത്രം പങ്കെടുക്കുന്ന തിരുക്കർമ്മങ്ങളായി നമ്മുടെ ദേവാലയങ്ങളിലെ പല ശുശ്രൂഷകളും മാറുന്ന ഒരു ദുരവസ്ഥയിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് എത്രത്തോളം ഗുരുതരമായിട്ടായിരിക്കാം നമ്മുടെ ക്രൈസ്തവ സമുദായത്തെ ബാധിക്കുന്നത്? ഫാദർ ടോം ഒലിക്കരോട്ട്. ജോർജി, കേരള സമൂഹത്തെ ഈ ഒരു കുടിയേറ്റം ബാധിക്കുന്നതിന്റെ അതേ തീവ്രതയിൽ തന്നെ ക്രൈസ്തവ സമൂഹത്തെയും അത് ബാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൂടുതലായി ക്രൈസ്തവ ചെറുപ്പക്കാർ വിദേശ ജോലികളിലേക്ക്, കുടിയേറ്റങ്ങളിലേക്ക്, തിരിച്ചു വരാത്ത മൈഗ്രേഷനിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധി നമുക്ക് വൃദ്ധയായ ഒരു സഭ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. സാധാരണ നമ്മുടെയൊക്കെ ഇടവകളിൽ നമ്മളിപ്പോൾ കാണുന്നത് ഒരു 50-ന് മുകളിലുള്ള ആളുകളാണ് കൂടുതൽ. ഈ ഒരു പ്രതിസന്ധി മുൻപോട്ട് പോകുമ്പോൾ ഒരു ഇടവക സംവിധാനം എന്നുള്ളത് തന്നെ ചലിക്കുന്നത്
മതാധ്യാപകർ വേണം, വിശ്വാസ പരിശീലകർ എന്നുള്ള നിലയിൽ ആവശ്യമുണ്ട്, പള്ളി കമ്മിറ്റി അംഗങ്ങൾ ആവശ്യമുണ്ട്. ഇങ്ങനെ നിരവധി മേഖലകളിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെയൊക്കെ ചെറുപ്പക്കാരുടെ അസാന്നിധ്യം ഈ സഭയുടെ സംവിധാനത്തെ തന്നെ നിശ്ചലമാക്കും എന്നുള്ള ഭീകരമായ വിപത്താണ്. കുട്ടികൾ, സൺഡേ സ്കൂളുകളിൽ വരുന്ന കുട്ടികൾക്ക് വിശ്വാസ പരിശീലനം പകർന്നു കൊടുക്കാൻ നമുക്ക് മതാധ്യാപകർ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പള്ളിയുടെ അനുദിന കാര്യങ്ങൾ മുൻപോട്ട് നയിക്കുന്നതിന് പാരിഷ് കൗൺസിൽ, കൈക്കാരന്മാർ, ഇങ്ങനെയുള്ള ആളുകളുടെ വലിയ സേവനം ആവശ്യമുണ്ട്. അപ്പോൾ ഇവരൊക്കെയും അടുത്തൊരു 20 വർഷം കഴിഞ്ഞ് ഇവിടെ ചെറുപ്പക്കാരില്ലെങ്കിൽ ഈ ഒരു സംവിധാനങ്ങൾ എങ്ങനെ മുൻപോട്ട് ചലിക്കും? നമ്മുടെ മുമ്പിലുള്ള ഒരു ആകുലതയാണ്. അതുപോലെ തന്നെ ഇവിടെ അവശേഷിക്കുന്ന പ്രായമായിട്ടുള്ള ആളുകൾ, അവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ, അവർക്ക് വേണ്ട ഹോസ്പിറ്റൽ കെയർ, അതുപോലെ തന്നെ അവർക്ക് വേണ്ട പരിചരണങ്ങൾ, ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളിയാണ്. അപ്പൊ നമുക്കിവിടെ നഷ്ടമാകാൻ പോകുന്ന ഒരു ക്രൈസ്തവ സംസ്കാരം നമുക്ക് നഷ്ടമാകുന്നു എന്നുള്ള പ്രതിസന്ധിയുണ്ട്. സംസ്കാരത്തിന്റെ തുടർച്ച ഒരു തലമുറ അടുത്ത തലമുറയിലേക്ക് അത് കൊടുക്കുകയും അതങ്ങനെ കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ചെറുപ്പക്കാരില്ലാതായി കഴിഞ്ഞാൽ ഇന്നത്തെ മധ്യവയസ്കരുടെ തലമുറ ആരിലേക്ക് ഈ ഒരു ക്രൈസ്തവ സംസ്കാരം കൈമാറ്റം ചെയ്യപ്പെടും? അപ്പൊ ഒരു ക്രൈസ്തവ സംസ്കാരത്തിന്റെ തുടർച്ച പ്രതിസന്ധിയിലാണ്. ഇത് ക്രൈസ്തവ സംസ്കാരത്തെ മാത്രമല്ല, മലയാളത്തിന്റെ ഒരു സംസ്കാരം നമുക്കുണ്ട്. ഇവിടുന്നുള്ള ചെറുപ്പക്കാരൊക്കെയും ഈ പ്രവാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിന്റെ സംസ്കാരം തന്നെ നമുക്ക് തുടർച്ച നഷ്ടപ്പെട്ട് നശിച്ചു പോകാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ ഭാഷയും പൈതൃകങ്ങളും എല്ലാം. അപ്പോൾ ക്രൈസ്തവ സമൂഹത്തെ മാത്രം ബാധിക്കുന്ന പ്രതിസന്ധിയല്ല, കേരള സമൂഹത്തെ ബാധിക്കുന്ന ഈ പ്രതിസന്ധി ഇന്ന് പ്രവാസികളാവുന്നവരിൽ ഒരുപക്ഷെ അല്പം കൂടുതൽ എണ്ണം ക്രൈസ്തവ ചെറുപ്പക്കാരായതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി ആദ്യം ബാധിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തെ ആയിരിക്കും എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലാ വിഭാഗങ്ങളും, എല്ലാ മതസമൂഹത്തിൽ നിന്നും ഇന്ന് ചെറുപ്പക്കാർ ജാതിമത ഭേദമന്യേ കേരളം സുരക്ഷിതമല്ല എന്ന് ചിന്തിക്കുന്നത് തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിനി വേണ്ടത് പരാതികൾ, കുറ്റപ്പെടുത്തലുകൾക്കപ്പുറം ഒരുമിച്ചുള്ള ചില സംവിധാനങ്ങളാണ്. ഇവിടെ ആദ്യം വേണ്ടത് ജോലി സാധ്യതയാണ്. ആർക്കാണ് ജോലി സാധ്യത കൊടുക്കാൻ പറ്റുന്നത്? സഭ ഒരു ജോലി കൊടുക്കുന്ന സ്ഥാപനമല്ല. സഭയുടെ സ്ഥാപനങ്ങളിൽ നമുക്ക് ജോലി കൊടുക്കാം എന്നുള്ളതല്ലാതെ കേരളത്തിലെ ചെറുപ്പക്കാർക്ക്, ക്രൈസ്തവ യുവാക്കൾക്ക് മുഴുവനും ജോലി കൊടുക്കാൻ നമുക്ക് സാധ്യതയില്ല. അപ്പൊ ജോലി കൊടുക്കേണ്ട തൊഴിൽ ദാതാവ് എന്നുള്ള കടമ ആദ്യം നിർവഹിക്കേണ്ടത് സംസ്ഥാനമാണ്, ഈ നാടാണ്, ഇവിടുത്തെ ഭരണകൂടമാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ മികച്ച ജോലി സാധ്യതകൾ ഉറപ്പുവരുത്താൻ ഈ മുൻപിലുള്ള ആസന്നമായ പ്രതിസന്ധിയെ കണ്ട് ഗവൺമെന്റ് സത്വരമായ നടപടികൾ സ്വീകരിക്കണം. രണ്ടാമത്, ജോലി ചെയ്യുന്നവന് ആകർഷകമായ ശമ്പളം കൊടുക്കണം. ഇവിടെ ഒരു ബിടെക് ബിരുദം പഠിച്ചിറങ്ങുന്ന ഒരു ചെറുപ്പക്കാരന് കേരളത്തിൽ കിട്ടുന്നത് 10,000 15,000 ഇടയ്ക്കൊരു സാലറിയാണ് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നത്. അങ്ങനെ ഒരു 10,000-15,000 രൂപ കൊണ്ട് ഒരു മാസം ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ജീവിക്കുന്നതിനെ കുറിച്ച് അയാൾ ചിന്തിക്കുന്നത്? അപ്പോൾ ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമായ ആകർഷകമായ ശമ്പളം ഇവിടെ ഉറപ്പുവരുത്തണം. അത് ഈ ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. നല്ല ആകർഷകമായ ശമ്പളം ഉറപ്പുവരുത്തണം. ഇനി വിദേശ രാജ്യത്തേക്ക് പോകുന്ന ചെറുപ്പക്കാർ, അവിടുത്തെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ, നല്ല റോഡുകളുണ്ട്, ടാക്സ് കേരളത്തിൽ നമ്മൾ അടയ്ക്കുന്നുണ്ട്. ഒരു 10-20 വർഷത്തെ ഒരു ആയുഷ്കാല ടാക്സ് അടയ്ക്കുന്നുണ്ട്. എന്നിട്ടോ ഈ ആയുഷ്കാലം മുഴുവൻ ഈ കുഴികളിൽ കയറി ഇറങ്ങി പോകാനാണ് വിധിക്കപ്പെട്ടത്. വിദേശത്ത് ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല റോഡുകളുണ്ട്, ഗതാഗത സംവിധാനങ്ങൾ കുറ്റമറ്റതാണ്, ഇനി ആതുര ശുശ്രൂഷ സംവിധാനങ്ങൾ മികച്ചതുണ്ട്, സാമൂഹ്യ ജീവിതം, ഇവിടെ കറണ്ട് എന്ന് പറയുന്നത്, കറണ്ട് കട്ട്, പവർ കട്ട് തുടങ്ങിയ പ്രതിസന്ധികൾ ഒരു വ്യവസായത്തെ തുടങ്ങി ജീവിത നിലവാരത്തെ എല്ലാം ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് കണക്ഷൻ, ഇങ്ങനെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ പരിമിതി വിദേശ രാജ്യത്തെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് അവരെ മോഹിപ്പിക്കുന്നുള്ളത് സംശയമില്ലാത്തൊരു കാര്യമാണ്. ഇത് ആരാണ് ഉറപ്പുവരുത്തേണ്ടത്? അത് ഗവൺമെന്റിന്റെ, നികുതി മേടിക്കുന്ന ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം. അപ്പൊ ഇവിടെ പ്രാഥമികമായി ഇതൊരു മുന്നറിയിപ്പായിട്ട് പെരുന്തോട്ടം പിതാവ് പറഞ്ഞത് കുറ്റപ്പെടുത്തലിനേക്കൊരുപരി ഒരാശങ്കയുടെ മുന്നറിയിപ്പാണ്. അത് ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ അവർ ഗുണ്ടായിസത്തിന് തണൽ കൊടുത്തും, അതല്ലെങ്കിൽ ഗുണ്ടാ പ്രവർത്തനം നടത്തുന്നവർക്ക് ജോലി കൊടുത്തും, അണികൾക്ക് പിൻവാതിൽ പ്രവേശനം കൊടുത്തും, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ട് നിരക്ഷരായ തലമുറയെ സൃഷ്ടിച്ച് അടിമവർഗത്തെ നിലനിർത്താനുള്ള ഗിമ്മിക്കുകളൊക്കെ ഇപ്പം നടക്കും. എത്ര കാലം? ഇരുട്ടുകൊണ്ട് ഒരുപാട് കാലം ആർക്കും ഓട്ടയടയ്ക്കാൻ പറ്റില്ല. ഈ പറയുന്ന ആളുകളില്ലാതാവുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി യാഥാർത്ഥ്യമാണ്. ആണോ അല്ലയോ എന്ന് പോയിന്റ് ബ്ലാങ്കിൽ
MV ഗോവിന്ദൻ മാസ്റ്ററോട് അവതാരം ചോദിക്കുമ്പോൾ 35 കൊല്ലം ഭരിച്ച ബംഗാൾ പാഠമാണോ എന്ന് ചോദിച്ചപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞത് പാഠമാണെന്ന് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ 35 കൊല്ലം ഭരിച്ച ബംഗാളിൽ നിന്നാണ് ഇവിടെ ഭായിമാർ വരുന്നത്. ഓക്കെ അത് കേരളത്തിലെ ഈ ധാർഷ്ട്യം നിറഞ്ഞ രാഷ്ട്രീയ നേതൃത്വം, ഭരണ നേതൃത്വം എതിരഭിപ്രായം പറയുന്നവനോടും ആപത്തുകളെ ആശങ്കകളെ ചൂണ്ടിക്കാണിക്കുന്നവനോടും പുലഭ്യം പറഞ്ഞ് അധിക്ഷേപിച്ച് വായടപ്പിക്കുന്നത് ജന്മ സ്വഭാവമായിട്ടുള്ള നേതാക്കന്മാർ വിവേകത്തോടെ തിരിച്ചറിയണം. ഓക്കെ അവർ തീർച്ചയായും സത്വരമായ നടപടികൾ സ്വീകരിച്ച് ഈ നാട് ജീവിക്കാൻ കൊള്ളാവുന്നതാണ്, കേരളം ഞങ്ങളുടെ മണ്ണാണെന്നുള്ള ഒരു ബോധം നമ്മുടെ ചെറുപ്പക്കാരിൽ ഓക്കെ ഉളവാക്കി കൊടുക്കണം. തീർച്ചയായും യെസ് ഞാൻ സമയപരിമിതിയിൽ ഇടപെടുകയാണ് ഫാദർ ടോം അലിഗർ. തീർച്ചയായും ഈ ഒരു വിഷയത്തിന് പരിഹാരം കാണുവാൻ ഭരണകൂടങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് സഭയ്ക്ക് നേരത്തെ ടോമച്ചൻ സൂചിപ്പിച്ചു, സഭയുടെ എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ ക്രൈസ്തവ യുവജനങ്ങൾക്കും ജോലി കൊടുക്കാൻ സാധ്യത അതിൻ്റെ ഒരു പരിമിതിയുണ്ട്, അത് തീർച്ചയായും വ്യക്തമാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്കറിയാം, ഈ അടുത്ത നാളുകളിൽ ഒരു വാർത്ത നാം കേട്ടിരുന്നു. ഈ ചങ്ങനാശ്ശേരി, പാല, കാഞ്ഞിരപ്പള്ളി രൂപതകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വിങ്സ് 2.0 എന്ന് പറയുന്ന സംരംഭകത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതി, ഒപ്പം തന്നെ നമ്മുടെ ഈ ഇടവക ജനങ്ങളുടെ സംരംഭങ്ങളെയൊക്കെ ഈ ഇടവകയിൽ അത് പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറിയൊരു പ്രോത്സാഹനം, അത്തരം പിന്തുണ, അതിലൂടെയൊക്കെ ഈ പറയുന്ന ഈ പൈസയൊക്കെ മുടക്കി ഒരു സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇടവകയിലെ അല്ലെങ്കിൽ സമുദായത്തിലെ അത്തരം വ്യക്തികൾക്കൊക്കെ വലിയ രീതിയിലുള്ളൊരു പ്രോത്സാഹനം, പിന്തുണയും. അപ്പം അത്തരം പദ്ധതികളിലേക്ക് കൂടുതൽ ശ്രദ്ധയൂന്നേണ്ട ഒരു കാലഘട്ടമല്ലേ? നമുക്കറിയാം, വിദേശ കുടിയേറ്റം വളരെയധികം വർദ്ധിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് സഭയുടെ സൈഡിൽ നിന്ന് IELTS, ഒപ്പം തന്നെ വിദേശ ഭാഷകൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നു. അത് നല്ല കാര്യം, പ്രത്യേകിച്ച് ഈ കുടിയേറ്റം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ. പക്ഷേ എങ്കിൽ പോലും മറു സൈഡിൽ ഈ കുടിയേറ്റത്തെ ഒന്ന് പിടിച്ചു നിർത്തുവാൻ, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുവാൻ സഭയ്ക്ക് പരിമിതി ഉണ്ടെങ്കിൽ ആ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് രൂപതകൾക്കും ഇടവകൾക്കും ഒത്തിരിയധികം ചെയ്യാനില്ലേ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ? ഈ പറഞ്ഞ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ അതിനേക്കാൾ നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ട മറ്റു ചിലവുകൾ നമ്മുടെ സമുദായത്തിനുണ്ട് എന്ന് തിരിച്ചറിയണം. ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട്, ഏതാനും വർഷങ്ങളായിട്ട് 2019-20 കാലഘട്ടം മുതൽ സംവരണേതര വിഭാഗങ്ങൾക്കുള്ള സംവരണം, EWS, ഇക്കണോമിക്കലി വീക്കർ സെക്ഷന് വേണ്ടിയുള്ള സംവരണം 10% ഉയർത്തിക്കഴിഞ്ഞു കേന്ദ്ര ഗവൺമെന്റ്. ആ 10%-ല് ഇവിടുത്തെ സിറോ മലബാർ സഭയിലെ അംഗങ്ങള് പെടുന്നവരാണ്, സംവരണേതര വിഭാഗങ്ങൾ പെടുന്നവരാണ്. അപ്പൊ അത് സാധാരണക്കാർ അറിയുന്നില്ല. അത് പഠനത്തിനായാലും ജോലിക്കായാലും സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ പഠനത്തിനും ജോലിക്കും. നമ്മുടെ സമൂഹത്തിൽ ഒരു 60% BPL കഴിയുന്നവരാണെന്ന് തിരിച്ചറിവ് നോക്കണ്ടാവണം. ഒരു കാലഘട്ടത്തിൽ നമ്മൾ വലിയ കാർഷിക മേഖല കൊണ്ട് വളരെ അത്യാവശ്യം സമ്പന്നന്മാരായിരുന്നു. ആ ഗതകാല പ്രൗഢിയിൽ നമ്മൾ ഇന്നും കഴിയുകയാണ്. പക്ഷെ ഇന്ന് സമുദായത്തെ നേരിടുന്ന, നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നേരിടുന്ന ഒരു അദൃശ്യ ദാരിദ്ര്യമുണ്ട്, ഒരു ഇൻവിസിബിൾ പോവർട്ടി. ഈ ദൃഷ്ടിഗോചരമല്ലാത്ത ദാരിദ്ര്യം നമ്മൾ നോക്കുമ്പോൾ ഒരു വീടുണ്ട്, വീട്ടിൽപ്പെട്ട ഉപകരണങ്ങളുണ്ട്, ഒരു ചെറിയ വാഹനമുണ്ട്. ഇതൊക്കെ ഒന്നുകിൽ ഫിനാൻസ് കമ്പനികളുടേതോ അല്ലെങ്കിൽ ബാങ്കുകളുടേതോ എടുത്തവൻ സമൂഹത്തിലൊപ്പം ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഒരു സ്വരുക്കൂട്ടുന്നതാണ്. പക്ഷെ അവൻ ഉപജീവനം നയിക്കാൻ വിഷമിക്കുന്നവനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പലപ്പോഴും BPL-ന്റെ ഈ ഡെഫിനിഷൻ തന്നെ മാറ്റി എഴുതിയിട്ട് അവന് ഈ അർഹമായ കാര്യങ്ങൾ മേടിച്ചു കൊടുക്കാനുള്ള സംവിധാനം സമുദായങ്ങളിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തെ സ്കോളർഷിപ്പുകളുടെ എടുത്തെടുത്താൽ നമ്മുടെ കുട്ടികളെ പലപ്പോഴും സ്കോളർഷിപ്പുകൾ അറിയുന്നില്ല, അല്ലെ അപേക്ഷിക്കുന്നില്ല, അറിയുന്നവർ അപേക്ഷിക്കുന്നില്ല, കിട്ടില്ല എന്ന് വിചാരിച്ച്. ആ സ്കോളർഷിപ്പുകൾ അപേക്ഷിക്കാനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പ്രൊമോട്ട് ചെയ്യാനും ഇവിടെ സാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ആ 80-20 സ്കോളർഷിപ്പ് ഒക്കെ മാറ്റി ജനസംഖ്യാനുപാതികമായിട്ട് അത് ലഭ്യമാക്കാനുള്ള മുന്നേറ്റങ്ങൾ നമ്മൾ നടത്തണം. സംവരണം ഈ കാലഘട്ടത്തിൽ ഈ സമുദായത്തിന് അനിവാര്യമാണ്. കാരണം പണ്ടത്തെ സമൂഹമല്ല, സമുദായമല്ല എന്നുള്ളത്. അപ്പൊ ആവശ്യമായ സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് ഈ സമുദായത്തെ രക്ഷിച്ചെടുക്കുവാനായിട്ട് നമ്മൾ പറയണം. JB കോശി കമ്മീഷൻ പോലുള്ള കമ്മീഷൻ ശുപാർശ ചെയ്ത് 284ഓളം ശുപാർശകളുണ്ട്. ഈ സമുദായത്തെ കുറിച്ച് കൃത്യമായും വ്യക്തമായും പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ കണ്ടെത്തലുകളാണ്. അത് ഇന്നും പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്, നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ല. അതിനെതിരെ നമ്മൾ ഒന്നിച്ചു നിൽക്കണം, സമൂഹം ഒന്നിച്ചു നിൽക്കണം, സമുദായം ഒന്നിച്ചു നിൽക്കണം, സഭ നേതൃത്വം കൊടുക്കണം. ഇത്തരം കാര്യങ്ങളിലൂടെ ഇവിടെ കുറെയെങ്കിലും ഒക്കെ ഇതിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. നമ്മൾ പൊതുവിൽ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, കുറച്ച് വാക്കുകളുടെ ഒരു പ്രഹേളികയാണത്. കേരള മോഡൽ. എന്ത് കേരള മോഡലാണ് ഇവിടെ ഉള്ളത്? ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളവനെ വലിച്ച് താഴേക്കിട്ട് അവനെയും ഇല്ലാത്തവനാക്കുന്ന ഒരു കേരള മോഡലാണ് കേരളത്തിന്റെ കേരള മോഡൽ. നവകേരള സൃഷ്ടി. എന്ത് നവകേരള സൃഷ്ടിയാണ് നടക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസവും ഉപജീവനത്തിന് സാധ്യമാകാതെ ഒരു കർഷകൻ ചക്കിട്ടപ്പാറ ആത്മഹത്യ ചെയ്യുമ്പോൾ, മുതുകാട് പറഞ്ഞ പ്രദേശത്ത് ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് നവകേരളമാണ് സൃഷ്ടിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം.
അവന് ഒരു നേരത്തെ പെൻഷൻ കിട്ടാത്തത് കൊണ്ട് ഉപജീവനം കഴിക്കാൻ പറ്റാതെയാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതുപോലെ നവോത്ഥാന കേരളം ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ളതിനെ അപഹരിച്ചു കൊണ്ടുപോയി ആരുടെയെങ്കിലും പക്ഷത്ത് നിർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു സംവിധാനം ഇവിടെ വിദ്യാഭ്യാസ മേഖലയിലും പഠന മേഖലയിലും സിലബസിലും അടക്കം പെടുത്തിക്കൊണ്ട് നമ്മുടെ ചാവറ അച്ഛനെ അടക്കം LMS മിഷണറിമാരെ അടക്കം ക്രൈസ്തവ സമുദായം 19ാം നൂറ്റാണ്ടിൽ ചെയ്തിരിക്കുന്ന എല്ലാത്തിനെയും തമസ്കരിച്ച് കളയുന്ന വിധത്തിലുള്ള പഠന പാഠ്യേതര വിഷയങ്ങളെ സിലബസ് അടക്കം പരിഷ്കരിക്കുമ്പം നമ്മൾ എന്തേ അടങ്ങിയിരിക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ കാണുന്നത് ഇടത് മനസ്സ്. എന്താണ് ഇവിടുത്തെ ഇടത് മനസ്സ് എന്ന് പറയുന്നത്? ഇവിടുത്തെ ഇടത് മനസ്സ് എന്ന് പറയുന്നത് നന്നാവുന്നവന്റെയും നാട് നന്നാക്കാൻ ഇറങ്ങുന്നവന്റെയും ഒക്കെ മേലുള്ള അസൂയ മൂലം അവനെ ഇല്ലായ്മയാക്കുന്ന സംവിധാനങ്ങളാണ്. അതിനെതിരെ നമ്മൾ സംഘടിക്കണം. ഈ സാബു എന്ന് പറയുന്ന ഈ 2020 സാബു ഇന്ന് പോയി ഹൈദരാബാദിൽ പ്രസ്ഥാനം തുടങ്ങി വിജയിപ്പിക്കുമ്പോൾ അവരെ പോലുള്ളവരെ ഇവിടെ നാടിന് 50,000 പേർക്കാണ് ഇപ്പൊ അവിടെ ജോലി കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം തുടങ്ങിയ സംരംഭം ഇവിടുന്ന് ഓടിച്ചു വിട്ടിട്ട് ഈ നാട്ടിലെ ഒരു ജില്ലയിലുള്ള മുഴുവൻ ആളുകൾക്കും കിട്ടേണ്ട ഒരു ജോലി സാധ്യതകളാണ് ഇവിടെ ഇല്ലാണ്ടാക്കി കളയുന്നത്. ഇതാണ് ഇവിടുത്തെ ഇടത് മനസ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് ഇവിടുത്തെ ഒരു പൊതുസമൂഹം ഉയർത്തെഴുന്നേറ്റ് ഇത്തരത്തിലുള്ള എല്ലാ വ്യാജ പ്രചരണങ്ങളെയും ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളെയും ഒക്കെ നേരിടാൻ തയ്യാറായി വരണം. അത് നേതൃത്വം കൊടുക്കാൻ ക്രൈസ്തവ സഭയ്ക്കും സമുദായത്തിനും സാധിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഒരു പരിഹാരത്തിലേക്ക് തുടക്കമാവുള്ളൂ എന്ന് എനിക്ക് പറയാൻ. ഓക്കെ, വളരെ വ്യക്തമാണ്. ശ്രീ സിജോ അമ്പാട്ട്, ഏറ്റവും അവസാനമായി നമുക്കറിയാം കേരളത്തിലെ സാഹചര്യങ്ങൾ വളരെ മോശമാണ്. പ്രത്യേകിച്ച് കാർഷിക രംഗത്തെ സാഹചര്യങ്ങളായിക്കോട്ടെ, പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു പ്രോത്സാഹനം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, സംരംഭവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഈ യുവജനങ്ങളുടെ ഒരു കാര്യങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ഒരു തൊഴിൽ മനോഭാവത്തോട്, പ്രത്യേകിച്ച് കാർഷിക രംഗത്തോട് ഒരു വിമുഖത പലപ്പോഴും യുവജനങ്ങളുടെ ഇടയിലുണ്ട്. ചില പ്രത്യേക തൊഴിലുകളോട് ചില വിമുഖത ഉണ്ട്. പക്ഷേ മറു സൈഡിൽ നാം ചിന്തിക്കുമ്പോൾ ഈ വലിയ ലോണൊക്കെ എടുത്ത് വിദേശങ്ങളിൽ പോയി പഠിക്കുന്ന യുവജനങ്ങൾ അവിടെ ജോലിയെടുത്ത് പഠനത്തോടൊപ്പം തന്നെ ജോലിയെടുത്ത് ജീവിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ കേരളത്തിലെ സാഹചര്യങ്ങൾ മോശമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ യുവജനങ്ങളുടെ തൊഴിലിനോടുള്ള ഒരു മനോഭാവം കുറെ കൂടി വൈഡായിട്ട്, അല്ലെങ്കിൽ ഒരു വൈറ്റ് കോളർ ജോബ് എന്നതിനേക്കാൾ ഒക്കെ ഉപരി ഒരു സംരംഭത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കാർഷിക വൃത്തിയിലേക്കൊക്കെ അത്തരത്തിലൊരു മനോഭാവം, ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ചിന്റെ ഒരു കാലം ആയിട്ടില്ലേ ശ്രീ സിജോ അമ്പാട്ട്? കേരളത്തിലാണെങ്കിൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ കേരളത്തിൽ ഒരു കൃഷിക്കാരന് ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നാണ് ശ്രീ ജോർജ് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മൾ ഈ ദിവസങ്ങളൊക്കെ വായിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ വിഷയം തന്നെയാണ് കേരളത്തിലെ കാർഷിക അവസ്ഥ. അത്തരം ഒരു സ്ഥലത്ത് പുതിയതായി കാർഷിക വൃത്തിയിലേക്ക് നമ്മുടെ യുവജനങ്ങളെ കൊണ്ടുവിടണമെന്ന് പറയുമ്പോൾ അത് നമ്മൾ ഒന്നും കൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെ വിജയിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അതിനുള്ള അറ്റ്മോസ്ഫിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം നമുക്കത് സൃഷ്ടിച്ചെടുക്കണം. പിന്നെ സംരംഭകത്തിന്റെ കാര്യത്തിലാണെങ്കിൽ സംരംഭകം ഒന്ന് തുടങ്ങണമെങ്കിൽ അതിനുള്ള വളക്കൂർ ഇവിടെ ഉണ്ടാവണം. അത് ഇല്ലാണ്ടായിട്ട് കുറെ നാളുകളായി. അപ്പോ അത് കേരളത്തിൽ ഇന്ന് ഇവിടെ ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ തൊഴിൽ അന്വേഷിച്ച് വിദേശത്ത് പോയി പണ്ട് ആ പൈസ ഇവിടെ കൊണ്ടുവരുമായിരുന്നു. ഇപ്പോൾ അത് കൊണ്ടുവരുന്നില്ല. കാരണം അവൻ അവിടെ തന്നെ നിക്ഷേപിച്ച് അവിടെ തന്നെ സ്ഥിര താമസമാണ്. കാരണം എന്താ, ആ പൈസ ഇവിടെ നിക്ഷേപിച്ചാൽ അത് തിരിച്ച് ലഭിക്കുകയില്ല. കാരണം ഇവിടെ വിജയിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സംരംഭകർ വളരെ കുറവായി വരുന്നു. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ സഭ സംരംഭകരെ വളർത്തണം. അങ്ങനെ വളർത്തണമെങ്കിൽ എക്കാലവും സഭ യുവജനങ്ങളെ ചേർത്ത് പിടിച്ചതുപോലെ ഈ കാലഘട്ടത്തിലും ഈ അവശ്യ കാലഘട്ടത്തിലും ചേർത്ത് പിടിക്കണം. കാരണം കുറെ പേരെങ്കിലും നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ അവർ നമുക്ക് വേണ്ടി ശബ്ദിക്കുകയുള്ളൂ. കാരണം അങ്ങനെ ശബ്ദിക്കുന്ന കുറച്ച് യുവജനങ്ങളെ നമുക്ക് വേണം. അങ്ങനെ വേണമെങ്കിൽ സഭ അവരെ ചേർത്ത് പിടിക്കണമെങ്കിൽ ഒരു സംരംഭം തുടങ്ങുവാനായിക്കോട്ടെ, ഒരു ജോലി ആയിക്കോട്ടെ, ആവശ്യക്കാർക്ക് കൃത്യമായ നീഡ് ബേസ്ഡ് ആയിട്ടുള്ള ജോലി കൊടുക്കുവാൻ വേണ്ടി അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് ജോലി എത്തിക്കുവാൻ നമ്മുടെ സഭ തയ്യാറാവണം. അത് ഇപ്പൊ തയ്യാറാവുന്നില്ല എന്നല്ല, നമുക്ക് തയ്യാറാവുന്നുണ്ട്. എങ്കിൽ കൂടിയും ഒന്നുകൂടി നമ്മളൊന്ന് പ്യൂരിഫൈ ചെയ്ത് ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അതുപോലെ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഓരോ രൂപതകളും വളരണം. അങ്ങനെ ആ തരത്തിൽ മാറിക്കഴിയുമ്പോൾ കുറച്ചു പേരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടാവും. അങ്ങനെ അവനെ സംരക്ഷിക്കുന്ന തരത്തിൽ നമ്മുടെ യുവജനങ്ങൾ, നമ്മളല്ലെങ്കിൽ പിന്നെ വേറെ ആര് സംരക്ഷിക്കാൻ? സർക്കാർ നമ്മളോട് പറഞ്ഞല്ലോ എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെട്ടോന്ന്. അതല്ല, നമ്മൾ ചേർത്ത് പിടിക്കണം. അങ്ങനെ ചേർത്ത് പിടിക്കുന്ന തരത്തിൽ നമ്മൾ മാറിയാൽ കുറെയെങ്കിലും ആളുകൾ ഈ നാട്ടിലുണ്ടാവും. നമുക്ക് വേണ്ടി ശബ്ദിക്കുന്ന, സമുദായത്തിന് വേണ്ടി ശബ്ദിക്കുന്ന, സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുന്ന യുവജനങ്ങളെ നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് പിടിക്കണം, സംരക്ഷിക്കണം, പൊതിഞ്ഞു പിടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. തീർച്ചയായും കേരളത്തിലെ യുവജനങ്ങളെ സംരക്ഷിക്കുവാൻ, അവരെ ചേർത്ത് പിടിക്കുവാൻ
അതിനുള്ള കൃത്യമായിട്ടുള്ള നടപടികൾ സർക്കാരും പൊതുസമൂഹവും സമുദായവും ഒറ്റക്കെട്ടോടെ സ്വീകരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, കേരള സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, മലയാള സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി യുവജനങ്ങൾ കേരളത്തിൽ നിന്നേ മതിയാകൂ. അനിയന്ത്രിതമായിട്ടുള്ള വിദേശ കുടിയേറ്റം നിയന്ത്രിക്കുവാൻ അതിനുവേണ്ട നടപടികൾ, സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുക, കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുക, അതിനുള്ള നടപടികൾ ഭരണകർത്താക്കൾ സ്വീകരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ സിജോ അമ്പാട്ട്, ഫാദർ ടോം ഒലിക്കരോട്, ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, 3 പേർക്കും നന്ദി.